അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഗൈബ് അവൻ മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, അദൃശ്യങ്ങളെക്കുറിച്ച് അവൻ വിശ്വസിച്ചിരിക്കണം. ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നാളെ ആഖിറമുണ്ട്, ലോകമുണ്ട്, മരണമുണ്ട്, മരണശേഷം ഒരു ജീവിതമുണ്ട്. ഇങ്ങനെ ഇതിനെക്കുറിച്ചുള്ളൊരു വിശ്വാസം ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ സത്യവിശ്വാസികൾ ആരാണ്, മുത്തഖീങ്ങൾ ആരാണ്, ആ മുത്തഖീങ്ങളുടെ സവിശേഷതകൾ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. സത്യവിശ്വാസികളുടെ വിശേഷണങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിച്ചു തരികയാണ്. പരിശുദ്ധമായ ഖുർആൻ ലോകത്തിന്റെ മാനവരാശിയുടെ നിയമ പുസ്തകമായ ഈ ഖുർആനിൽ യാതൊരു സംശയം വേണ്ടേ വേണ്ട. ഏത് യുക്തിവാദികൾ അവന്റെ യുക്തി കൊണ്ട് എന്തെല്ലാം പുലമ്പിയാലും പരിശുദ്ധ ഖുർആനിനെ വെല്ലുവിളിക്കാൻ അവനെ കൊണ്ട് സാധ്യമേ അല്ല. കാരണം അല്ലാഹു അതിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ലാ റൈബ ഫീഹി, ഒരു സംശയവും ഈ വിഷയത്തിൽ നിനക്ക് വേണ്ടേ വേണ്ട. ഇതിനെ അംഗീകരിക്കുന്നവൻ സത്യവിശ്വാസികളായ മുത്തഖീങ്ങളായ മതബോധമുള്ള മതഭക്തന്മാരായ വിശ്വാസിനികളാണ്. ആരാണവർ? അവരുടെ വിശേഷണം എന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തെ കുറിച്ച് അവർ വിശ്വസിക്കുന്നവരാണ്. നാളെ പരലോകമുണ്ട്, പടച്ച തമ്പുരാനുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ സിറാത്തുണ്ട്, അവിടെ ജന്നത്തുണ്ട്, അവിടെ നാറുണ്ട്, അവിടെ മീസാനുണ്ട്, അവിടെ കിതാബുണ്ട്. ഇതെല്ലാം വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി. വിശ്വസിക്കണം, അവനാണ് മുഅ്മിൻ. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ട്, അല്ലാഹ് ഉണ്ടെന്ന് ചോദിച്ചാൽ അപ്പൊ നമുക്ക് കാണിച്ചു തരാൻ പറ്റും അല്ലാഹ് ഉണ്ടോ, എവിടെ ഇരിക്കുന്നു, നെക്കി നോക്കാൻ പറ്റിയ ഒരു സാധനം വല്ലാണോ? ഐനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്. എവിടോട്ട് നിങ്ങൾ തിരിഞ്ഞാൽ അല്ലാഹുവിനെ നമുക്ക് കാണാം. എവിടോട്ട് നമുക്ക് തിരിഞ്ഞാലും അതൊക്കെ മഹാന്മാർ, ആരിഫീങ്ങൾ, ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾക്കൊക്കെ അള്ളാഹുമായിട്ടുള്ള ബന്ധമുണ്ട്. അവരോട് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ തന്നെ അവർക്കതൊരു ലദ്ദത്താണ്. നമുക്ക് നമസ്കരിക്കാൻ അള്ളാഹുക്ക് പറഞ്ഞ് കൈകെട്ടുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഇതിന്ന് ഒന്നൊന്നും തീർന്നു കിട്ടിയാൽ മതി എന്നാണ്. ഇമാമങ്ങാനും അറിയാതൊരു വലിയ സൂറത്തെങ്ങാനും ഓതിപ്പോയ ആ നിസ്കാരത്തിൽ നിന്ന് അവനെ പ്രാവി കൊന്നയാളേക്കൊക്കെ പണ്ടാരടങ്ങായൊക്കെ ഇപ്പം കിട്ടിയൊരു സൂറത്ത്. എല്ലാ ദിവസവും സുബഹിക്ക് അയാൾ വൽഅസ്രി ഓതുന്ന, ഇന്നൊന്നും പറഞ്ഞ ആൾ വൽഫജ്രി ഓതേണ്ട വല്ല കാര്യമുണ്ടോ? അവിടെ ലേലം പിടിക്കുന്ന സമയമാണ്, ചാകര ലേലം പിടിക്കുന്ന സമയത്ത് അലത്തര നിസ്കാരത്തിൽ നോക്കണം. എവിടെ വേണമെങ്കിൽ നിൽക്കും, മണിക്കൂറുകളോളം മൊബൈലിൽ നമ്മൾ നിൽക്കും, മണിക്കൂറുകളോളം നിൽക്കും. ഒരു 5 മിനിറ്റ് നമുക്ക് നിസ്കാരത്തിൽ നിൽക്കുമ്പം ഭയങ്കര പ്രശ്നമാണ്. മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അങ്ങനെ കയറി അതിനവനൊരു യാതൊരു വിഷമവുമില്ല. അപ്പം അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളോ ഔലിയാക്കളോ അവർക്ക് ഇങ്ങനെ കൈ കെട്ടുമ്പോഴാണ്, അള്ളാഹുമായിട്ട് അടുക്കുമ്പോഴാണ് അവർക്ക് ലദ്ദത്ത് കൊടുത്തത്. അതാണ് അവർ നമ്മളുടെ വ്യത്യാസം. അവർ നിസ്കരിക്കാൻ തുടങ്ങുമ്പോഴാണ് അവർക്ക് അതിൻ്റെതായ ലദ്ദത്ത്, അതിൻ്റെ ഷൗഖത്ത് അവർക്കുണ്ടാകുന്ന, അവർക്ക് ഇൻസാൽ ഉണ്ടാകലൊക്കെ ആ ഒരു ലദ്ദത്തിലൂടെയാണ്. അതിൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് റഹ്മഹുല്ലാ അദ്ദേഹം പിന്നെ അള്ളാഹുമുള്ള ബന്ധം മനസ്സിൽ നിന്ന് മാറുമ്പോൾ ഒതു മുറിഞ്ഞതുപോലെയാണ്, ജനാബത്ത് വന്നതുപോലെയാണെന്നാണ്. പെട്ടെന്ന് കുളിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുളത്തിൽ തന്നെ കിടക്കേണ്ടി വരും. നമ്മളൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം കുളത്തിൽ തന്നെ കിടക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തയില്ലല്ലോ അല്ലാതൊരു സാധനം. യുക്തിവാദികളെ പോലെ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമുദായം. ഈ കൊറോണ എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ പള്ളികൾ പൂട്ടപ്പെട്ടു, മദ്രസകൾ പൂട്ടപ്പെട്ടു, നമസ്കാരം, ഇബാദത്തുകൾ, വിജ്ഞാനങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമായി. അതോടുകൂടി കുറെ കുബുദ്ധികൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. കുബുദ്ധികൾ, നമ്മുടെ മുസ്ലിം പേര് വെച്ചിട്ടുള്ള കുറെ കുബുദ്ധികൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. അതിൻ്റെ പേരിൽ അതാണ്. ഇതിനാ നിസ്കരിക്കേണ്ടത്? അതിൻ്റെ ആവശ്യം എന്താണ്? പള്ളിയിൽ പോയാൽ പ്രശ്നം, പള്ളിയിൽ ഒതു കൊടുക്കുമ്പോൾ പ്രശ്നം,
ഇന്ന് ഈ കൊറോണയുടെ പേരിൽ കണ്ടുപിടിക്കപ്പെട്ട എല്ലാ നിയമങ്ങളും ഇത് കാലത്തിനപ്പുറം 1000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതല്ലാതെ ഒരൊറ്റ ഒരു കാര്യം ഇവിടെ പുതിയതായിട്ട് വന്നിട്ടില്ല. പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച സംഭവങ്ങളാണല്ലോ മൊത്തം വന്നിട്ടുള്ളത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകുമെന്ന് ആര് പറഞ്ഞു? എന്നേ അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർള് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബൽ അൻ നബ്റഅഹാ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഈ ഭൂമിയിലോ നിന്റെ ശരീരത്തിലോ വല്ല പരീക്ഷണങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഓർക്കണേ, അത് കാലേ കൂട്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ കാര്യമത്രേ. ما صاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. ഇതൊക്കെ അള്ളാഹ്ക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നേരത്തെ കൂട്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യെല്ലോ അലർട്ട് നമുക്ക് നൽകി. ഇങ്ങനെ ഒരു വലിയ സംഭവം ഇതാ നിങ്ങൾ നേരിടാൻ പോവുകയാണ്. ഇന്നല്ലേ നമ്മൾ യെല്ലോ അലർട്ടും റെഡ് അലർട്ടും ഒക്കെ നമ്മൾ കണ്ടത്. കാലങ്ങൾക്ക് മുമ്പേ പരിശുദ്ധ ഖുർആൻ യെല്ലോ അലർട്ട് നമുക്ക് പ്രഖ്യാപിച്ചു. ഇതിനൊക്കെ വലിയ കൊറോണ വരാൻ പോവാണ്, ഭൂമി കുലുങ്ങാൻ പോവാണ്, ഭൂകമ്പം ഉണ്ടാകാൻ പോവാണ്, ഉരുൾപൊട്ടൽ സംഭവിക്കാൻ പോവുകയാണ്. ശാരീരികമായി സാമ്പത്തികമായി നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും കേട്ടോ. ഇത് ഖുർആനിൽ അല്ലാഹ് രേഖപ്പെടുത്തി. പക്ഷേ നമുക്ക് ഖുർആൻ തിരിയാതെ പോയി, മനസ്സിലാക്കാൻ കഴിവില്ലാതെ പോയി. ഖുർആനുമായി ബന്ധമില്ലാത്തതിന്റെ പേരിൽ നമുക്കെല്ലാം നഷ്ടമായി പോയി. എന്തിനാണ് അല്ലാഹു തആല നേരത്തെ നമുക്കൊരു യെല്ലോ അലർട്ട് നൽകിയത്? ലിഖൈലാ തസൗ അലാ മാ ഫാതകും വലാ തഫ്റഹൂ ബിമാ താകും. ലിഖൈലാ തസൗ അലാ മാ ഫാതകും. ഉരുൾപൊട്ടലിലൂടെ വീട് ഒലിച്ചു പോയതിന്റെ പേരിൽ നീ ദുഃഖിച്ചിട്ട് കാര്യമില്ല. വെള്ളപ്പൊക്കത്തിലൂടെ നിന്റെ കോടിക്കണക്കിന് രൂപകളും നിന്റെ കെട്ടിട സമുച്ചയങ്ങളും മുങ്ങിപ്പോയാൽ, തകർന്നു പോയാൽ അതിന്റെ പേരിൽ നീ ദുഃഖിക്കേണ്ടതില്ല. അതെല്ലാം നീ മനസ്സിലാക്കി ക്ഷമിക്കേണ്ടതിന് വേണ്ടിയത്രേ. മാരകമായ രോഗങ്ങളുടെ പേരിൽ ഉമ്മ മരണപ്പെട്ടു, ഉപ്പ മരണപ്പെട്ടു, തന്റെ സന്താനങ്ങൾ വാത്സല്യപുത്രങ്ങൾ മരണപ്പെട്ടു പോയി. ഇതെല്ലാം സംഭവിക്കും. അതുകൊണ്ട് അതിന്റെ പേരിൽ നീ ഖേദിക്കരുതേ, ദുഃഖിക്കരുതേ. അതിനിങ്ങനെയൊക്കെ സംഭവിക്കും. ഒരു കാലഘട്ടം അതിന് നീ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വർഷങ്ങൾക്ക് മുമ്പേ നമുക്കിതാ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് താക്കീത് നൽകി. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, എന്തായാലും ഇന്നലെ ഇറക്കിയ ആയത്തൊന്നും അല്ല ഇത്. 1400 വർഷം പഴക്കമുണ്ട് ഇതിന്. 1400 വർഷം പഴക്കമുള്ള സംഭവമാണ്. അള്ളാഹ് പറഞ്ഞു യെല്ലോ അലർട്ട് അള്ളാഹ് നേരത്തെ പ്രഖ്യാപിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ. വലിയൊരു കൊറോണ ഒക്കെ വരും കേട്ടോ, സംഭവിക്കാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാലും ദുഃഖിക്കരുത്. അതിന്റെ പേരിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു കഴിവുണ്ടാക്കി എടുക്കണം. ദുഃഖിച്ചിട്ട് കാര്യമില്ല. വലാ തഫ്റഹൂ ബിമാ താകും. ഇനി നിങ്ങൾക്ക് അമിതമായി വല്ലത് ലഭിച്ചതിന്റെ പേരിൽ അത്യാഹ്ലാദം, അതും നിനക്ക് നല്ലതല്ല കേട്ടോ. സമ്പത്തിന്റെ കൊടുമുടിയിൽ വിരാജിക്കുന്ന മനുഷ്യൻ അവൻ നിക്കാഹിന്റെ പേരിൽ, കല്യാണത്തിന്റെ പേരിൽ, വിവാഹത്തിന്റെ പേരിൽ മാമാങ്കമാണ്. അവൻ അടിച്ചു പൊളിക്കുകയാണ്, അവൻ തട്ടഹസിക്കുകയാണ്, അല്ലാഹുവിനെ മതിമറന്നു പോവുകയാ. പരിശുദ്ധമായ ശരീഅത്തിന്റെ വരമ്പുകളെ ലംഘിച്ചുകൊണ്ടാണ് അവന്റെ അഹങ്കാരം നുരമൂത്ത് വളരുന്നത്. അതുകൊണ്ട് വലാ തഫ്റഹൂ
ബിമാ താകും. അല്ലാഹു നിങ്ങൾക്ക് നൽകിയത് കൊണ്ട് നിങ്ങൾ അമിതമായി അഹങ്കരിക്കരുതേ, സുഖിക്കരുതേ. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അഹങ്കാരികളെയും ഊറ്റമടിക്കുന്നവനെയും അല്ലാഹ്ക്ക് ഇഷ്ടമേ അല്ല കേട്ടോ. ഈ ഭൂമി അല്ലാഹ്ന്റേതാണ്, ആകാശം അല്ലാഹുവിൻ്റെതാണ്. ഈ അതിപരാശക്തനായ പടച്ച തമ്പുരാൻ, ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെ നിയന്ത്രിക്കുന്നവൻ, ഈ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ട് ഒരുപാട് സുഖദുഃഖങ്ങളുടെ ഒരുപാട് അധ്യായങ്ങളും പാഠങ്ങളും അവൻ പഠിപ്പിച്ചിട്ട് പടച്ച തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ അഹങ്കരിക്കണ്ട കേട്ടോ. അഹങ്കാരികളെ അല്ലാഹ്ക്ക് ഒട്ടും ഇഷ്ടമേ അല്ല. 1000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിൽ ഈ ഭൂമി അടക്കിവാണവരെയും ഇതിന്റെ ചെങ്കോലും കിരീടവും പിടിച്ചവരെയും, ഞങ്ങൾ തന്നെയാണ് ഈ ഭൂമിയുടെ അതിപരാശക്തികളെന്ന് വാദിച്ചവരെയും അല്ലാഹു പാഠം പഠിപ്പിച്ച ചരിത്രം ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ, സമ്പത്തിന്റെ പേരിലോ അധികാരത്തിന്റെ പേരിലോ പ്രതാപത്തിന്റെ പേരിലോ വലാ തഫ്റഹൂ, നിങ്ങൾ അഹങ്കരിക്കരുതേ, നിങ്ങൾ സുഖിക്കരുതേ. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അങ്ങനെ അഹങ്കാരികളെയും ധിക്കാരികളെയും അല്ലാഹു വെച്ചു പൊറുപ്പിക്കില്ല കേട്ടോ. കൂടുതൽ അഹങ്കരിക്കണ്ട. നമ്മൾ കൂടുതൽ അഹങ്കരിച്ചു, നമ്മൾ അഹങ്കരിച്ചു. എല്ലാ മേഖലകളിലും എല്ലാവരും അഹങ്കരിച്ചു. ഞാനും അഹങ്കരിച്ചു, ഞങ്ങളും അഹങ്കരിച്ചു. ഒരുപാട് പ്രസംഗം വരുമ്പോൾ പണ്ടാറടങ്ങാൻ കുറച്ച് പ്രസംഗം ഒഴിവാക്കി കിട്ടിയാൽ മതിയെന്ന് അഹങ്കരിച്ചു. അല്ലാഹു തആല പ്രസംഗം ഇല്ലാതാക്കി. എൻ്റെ കിബർ. ഓരോരുത്തർ വിളിക്കുമ്പോൾ ഡേറ്റ് ഇല്ല എന്നാ പറയുന്നത്. 3 വർഷത്തേക്ക് ഡേറ്റ് ഇല്ലാന്ന്. കറക്റ്റ് അല്ലാഹ് കബൂലാക്കി. 3 വർഷം നീ പ്രസംഗിക്കണ്ട തീരുമാനിച്ചു. അള്ളാഹിന്റെ തീരുമാനം തർത്തി. അങ്ങനെ എന്നല്ല പറഞ്ഞത്. എന്നെ വിളിച്ചാൽ അവൾ പറഞ്ഞു 3 വർഷത്തേക്ക് ഫുൾ ബുക്കിംഗ് ആണെന്നുള്ളതാണ്. സംഭവം 3 വർഷം പ്രസംഗിക്കണ്ട, അള്ളാഹിന്റെ തീരുമാനമായി. പ്രസംഗിക്കണ്ട. പ്രസംഗം എപ്പോഴും പ്രസംഗം. അവരും വിളിച്ചു ഇവരും വിളിച്ചു ഒക്കെ ഇങ്ങനെ പ്രസംഗം മൊത്തം വിളിച്ച് ബുക്ക് ചെയ്യുക. അപ്പോൾ അതെന്തായി? റെസ്റ്റ് ഇല്ല, ഡേറ്റ് ഇല്ല. ഇപ്പൊ ഡേറ്റ് ഉണ്ടോ ഉസ്താദെ? ഒന്ന് വിളിക്കും. നമ്മളിപ്പോ അങ്ങോട്ടാണ് വിളിക്കുന്നത്. കാക്ക വല്ല പ്രസംഗം വല്ലതും ഉണ്ടോ? പരിപാടി അവിടെ എപ്പോഴാണ്ട് നിറച്ചാലോ അത് വേണോ? ഓഫർ ഒരു ഓഫറും ഉണ്ടായി. ഇങ്ങോട്ട് വിളിച്ചാൽ ഇപ്പൊ അങ്ങനെയായി സംഭവം. ഇത് കൊറോണ ഞങ്ങൾക്ക് നൽകിയൊരു പാടാണ് അല്ലേ? നമുക്ക് നൽകിയൊരു പാടാണ് സംഭവം. അപ്പൊ ഇതിന്റെ പേര് നമ്മൾ അഹങ്കരിക്കുക. കുറെ പ്രസംഗം കിട്ടിയെന്ന പേരിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഭൂമി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുകയാണ്. എപ്പോഴാ എന്താ ആർക്കാ എങ്ങനെ സംഭവിക്കാൻ നമുക്കറിയില്ല. അള്ളാഹു ചിലപ്പോൾ നമുക്ക് തന്ന ഒരു നിഅമത്താണ്. അൽഹംദുലില്ലാഹ്. പ്രഭാഷണം പ്രസംഗിക്കുക, പോവുക, അല്ല എന്തെങ്കിലുമൊക്കെ അധികം കിട്ടുന്നത് വാങ്ങിക്കൊണ്ട് പോവുക, കാര്യങ്ങൾ നടക്കുക. അൽഹംദുലില്ലാഹ്. അതിൽ സന്തോഷിക്കുക. ആരെങ്കിലുമൊക്കെ വിളിച്ച മാന്യമായ രീതിയിൽ അവരോട് സംസാരിക്കുക. അല്ലെങ്കിൽ ഹബീബ ഇല്ല, ഇപ്പോൾ ഡേറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ വലിയ ഡിമാൻഡ് വെച്ചപ്പം പടച്ചവൻ ഒരു പണി ഇതാ മൊത്തം തകർന്നു പോയില്ലേ? ബഹുമാനമുള്ള സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഈ ഭൂമി അല്ലാഹുവിന്റേതാണ്. വഖസിദ് ഫീ മശീക് വഗ്ളുൽ മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. ഭൂമിയിൽ ഊറ്റമടിച്ച് നീ നടക്കണ്ട കേട്ടോ. ഭൂമിയിൽ നടക്കുമ്പോ നീ മിതത്വം പാലിക്കണേ. ഭൂമിയിൽ നീ ഒച്ച വെക്കണ്ട കേട്ടോ. അഹങ്കാരികളാണ് ഒച്ച വെക്കുന്നത്. ഒച്ചയെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗൽ. നിങ്ങൾ ഒച്ച വെച്ച് അനാവശ്യമായി വിളിച്ചു കൂവുന്നതും സംസാരിക്കുന്നതും അല്ലാഹുക്ക് ഇഷ്ടമല്ല കേട്ടോ. അനാവശ്യമായി ആരുടെ മുന്നിലും പോയി നീന്ന് വാ തുറന്ന് തെറി വിളിക്കല്ലേ, പരിഹസിക്കല്ലേ, ആക്ഷേപിക്കരുതേ, അധിക്ഷേപിക്കരുതേ. സഹോദരീ സഹോദരങ്ങളെ, ആരാന്റെ പച്ച ഇറച്ചി തിന്നുകൊണ്ട് ഗീബത്ത് നമീമത്ത് നീ പറയരുതേ. വർഷങ്ങൾക്ക് മുമ്പേ അല്ലാഹുവിന്റെ റസൂല് വിലക്കി നിങ്ങൾ സംസാരിക്കാതിരിക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത് ഔ കമാ ഖാല അലൈഹിസ്സലാം. ആ
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ടോ അന്ത്യദിനത്തെ കൊണ്ടോ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ വാ തുറന്നാൽ നല്ലത് മാത്രം പറഞ്ഞുകൊള്ളട്ടെ, ഇല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. അത് തന്നെയാണ് അവന് നല്ലത്. കേട്ടില്ല, പറഞ്ഞിട്ട് ഈ സമൂഹം ഉൾക്കൊണ്ടില്ല, ഈ സമൂഹം അത് അംഗീകരിച്ചില്ല. പണ്ഡിതന്മാര് മെമ്പറുകളിലും മെഹ്റാബുകളിലും ഘോരഘോരം അത് പ്രസംഗിച്ചിട്ട് പോലും ഈ സമുദായം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഇതാ കൊറോണയും കുറെ മാസ്കുമായി വന്നിട്ട് അള്ളാഹു ഇവന്റെ വായങ്ങ് മൂടിക്കെട്ടി. നീ തിന്നയും വേണ്ട, നീ കുടിക്കുകയും വേണ്ട, നീ മൂടി വെച്ചോ, വാ തുറന്ന 500. എന്തൊരു പേടിയാ. പള്ളി കയറിയാലും നമ്മൾ അടുത്തൊരു സംസാരിച്ചാൽ കാക്ക സുഖം തന്നെയല്ലേ, കാക്ക പ്രായത്തല്ലേ, എന്നെ കൊണ്ട് വിശേഷം, ഒരു ദിവസം അവധി വേണം, പൊയ്ക്കോട്ടെ, ഒരു അവധി വേണം. എന്താണ് സംഭവം? വാ തുറക്കല്ലേ, മൂടി വെക്കടോ, നീ ആവശ്യമില്ലാതെ നിലവിളിക്കല്ലേ, നീ ഒച്ച വെക്കല്ലേ, നീ വെറുതെ ചീത്ത വിളിക്കല്ലേ, പരിഹസിക്കല്ലേ, നീ ആരെ ഗീബത്ത് നമീമത്ത് പറയല്ലേ, മായൊന്നും മൂടെന്ന് പറഞ്ഞപ്പോ ഉസ്താദന്മാർ പറഞ്ഞപ്പോൾ ആരെങ്കിലും കേട്ടോ? ഉസ്താദന്മാർ പറഞ്ഞപ്പം കേട്ടോ? കേട്ടില്ല. അവസാനം ഇപ്പൊ മൂടേണ്ടി വന്നില്ലേ? ബഹുമാനപ്പെട്ട പിണറായി ഉസ്താദ് പറഞ്ഞപ്പോൾ നമ്മളെല്ലാരും കേട്ടില്ലേ? മോഡി ഉസ്താദ് പറഞ്ഞപ്പോൾ എല്ലാരും കേട്ടില്ലേ? മൊത്തം പേര് കേട്ടില്ലേ? സംഭവം എന്തൊരു മൂട. വീട്ടിനകത്ത് നിൽക്കുമ്പോഴും ഭാര്യ എടുത്ത് പോകുമ്പോഴും അറിയാം, സംസാരിക്കാൻ പോലും. തുറന്ന 500 ഭാര്യയും ഭർത്താവും തുറന്ന 1000. പോലീസുകാർ ഇങ്ങനെ ചുറ്റി നിൽക്കല്ലേ. അള്ളാ, എത്ര 500 പോയത്, എത്ര 3.5 കോടി രൂപയാ മാസ്ക് കിട്ടിയത്. 3.5 കോടി രൂപ വാ തുറന്നതിന്റെ പേര്. അപ്പൊ അള്ളാന്റെ അടുക്ക എത്ര ശിക്ഷ നമുക്ക് കിട്ടും ഈ വാ തുറന്ന് വെച്ചതിന്റെ പേര്? ഇന്ന് ആലോചിച്ച് നോക്ക് അല്ലേ. നമ്മൾ ഈ വാ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നപ്പോ 500 അങ്ങനെ കോടിക്കണക്കിന് രൂപ ഗവൺമെന്റിന്റെ ഖജനാവിലെത്തി. അപ്പൊ നമുക്ക് അല്ലാഹു തആല ഈ വാ നമുക്ക് ഫ്രീ ആയിട്ട് തുറന്ന് എന്തെല്ലാം അനാവശ്യങ്ങൾ നമ്മൾ പറയുന്നു. അപ്പൊ നമ്മൾ എത്ര ശിക്ഷ ഇതിന്റെ പേരിൽ കൊയ്തെടുക്കേണ്ടി വരും ആഖിറത്തിൽ? കൂട്ടി നോക്ക്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നമ്മൾ എന്ത് സംസാരിച്ചാലും അത് റഖീബും അതീദും രേഖപ്പെടുത്താത്തതായി ഒന്നുമില്ല. എല്ലാവരും രേഖപ്പെടുത്തി. എന്നാൽ ഒരു റഖീബ് എന്റെ കൂടെയുണ്ട്, ഒരു അതീദ് എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് സംസാരിക്കുന്നു സൂക്ഷിച്ചു വേണം സംസാരിക്കാനെന്ന് ഞാനോ നിങ്ങളോ തീരുമാനിക്കാറില്ല. തീരുമാനിക്കുമോ? ആരും അങ്ങനെ തീരുമാനിക്കൂലല്ലോ എന്താ സംസാരം. അതുകൊണ്ടാണ് സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ജുമാഅത്ത് മസ്ജിദിൽ വെച്ച് എല്ലാ വെള്ളിയാഴ്ചയും ഇമാം താക്കീത് നൽകുന്നത് മിമ്പറിൽ വെച്ച്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ സംസാരിച്ചാൽ നല്ലത് സംസാരിക്കണേ, നല്ലത് പറയണേ, എങ്കിൽ നിങ്ങളുടെ അമലുകളെല്ലാം അല്ലാഹു നന്നാക്കി തരും കേട്ടോ. നമ്മൾ റാഹത്തായിട്ട് ലോറ് നിസ്കരിച്ചിട്ട് വരും, അസർ നിസ്കരിച്ചിട്ട് വരും, നല്ല വാക്ക് പറഞ്ഞ് അവിടെ ചായക്കടയിലോട്ട് പോയിരുന്നിട്ട് ഈ മൊയിലാരൊന്നും ഇപ്പൊ മുലാക്കന്മാരൊന്നും ശരിയല്ലേ, പോയി അവരൊറ്റ ചായ കുടിയിൽ അതിൻ്റെ അതങ്ങ് പോയി. നീ കമ്മിറ്റിക്കാരന്മാർ ഇവന്മാരെല്ലാം അടിച്ചു മാറ്റുന്നവന്മാരാ. രണ്ടാമത്തെ കടിയിൽ അതും പോയി. ഓരോ വാക്കുകൾ നമ്മൾ കുടിക്കുന്നവരും ബിസ്മി പറഞ്ഞ് കുടിക്കുമ്പോൾ അൽഹംദുലില്ലാ പറയണം എന്നുള്ളതാണ് നമ്മുടെ ബിസ്മി. ഇതാണ് നമ്മുടെ അൽഹംദുലില്ലാ, ഇത് തന്നെയാണ്. നിസ്കാരം അങ്ങോട്ട് പോയി കിട്ടി. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വന്ന ഉടനെയുള്ള പരിപാടി ഇത് തന്നെയാണ് സംസാരം. അതുകൊണ്ട് എന്താ അല്ലാഹു തആല വെച്ചത്? പുറത്തൊറ്റ ഒരുത്തം കൂടി നിൽക്കാൻ പാടില്ല. കൂടി നിന്ന അപ്പോഴേ വരും സാരം വഴിക്കോട്ട് പോയി. അവിടെ നിന്നില്ല, അടിയോടടിയല്ലേ. എന്താ അടി? പുറത്ത് കൂടി എന്നാൽ അടിയോടടിയല്ലേ. എത്ര അടിയാ കിട്ടിയത്? അല്ലാഹു, ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഓരോ ചങ്ങാതിമാരെ പറയും. എന്തിനാ സംഭവം? അവിടെ കൂടി നിന്നേന് 3 പേര് കൂടി നിന്ന് 4 പേര് കൂടി നിന്നേന് ആവശ്യമില്ല. അല്ലേ അടിയോടടി. കാണുമ്പോഴേ ഓടുകയല്ലേ പഠിച്ചനെ. ദജ്ജാലിനെ കാണുമ്പോൾ ഓടുന്നത് പോലുള്ള ഓട്ടമല്ലേ പോലീസ് വണ്ടി എന്നങ്ങാനും കണ്ടാല്. എന്താ ഓട്ടം ഓടുന്നത്? നമ്മൾ പറയുമ്പോൾ മാത്രം കൂടി നിൽക്കരുതേ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല. 1, 2, 3 പേര് കൂടിയാൽ അവിടെ ശൈത്താൻ വന്ന് കയറി എന്തെങ്കിലുമൊക്കെ അനാവശ്യങ്ങളൊക്കെ നമ്മുടെ നാവിൽ നിന്ന് വന്നു പോകും. ഉള്ള നന്മയൊക്കെ നമ്മുടെ ചോർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് നമ്മളൊന്നും പറഞ്ഞാൽ ആരും സ്വീകരിക്കൂല. അള്ളാഹു അങ്ങോട്ട് തീരുമാനിച്ചു, ഇവരങ്ങനെ ഒരുമിച്ച് കൂടണ്ട, ഒരുമിച്ച് കൂടാ. സാമൂഹിക അകലം.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഒരുമിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മളെ ഒരു ചരടിലെ മുത്തുമാല പോലെ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ കോർത്തിണക്കാനാണ് പരിശ്രമിച്ചത്. ഐക്യത്തിന്റെ മക്കളാണ്, സാഹോദര്യത്തിന്റെ മക്കളാണ്. ഒരു ഇമാമിനെ പിൻപറ്റി നിങ്ങൾ നമസ്കരിക്കുമ്പോ നിങ്ങൾ തോളോട് തോൾ ചേർന്ന് മുട്ടി ഉരുമി നിൽക്കണേ. അതാണ് ഹബീബ റസൂലുള്ളാഹി തങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി സഫ് കെട്ടുമ്പോ ഇസ്തൗ വസ്തൗ, നിങ്ങൾ സഫുകളെല്ലാം നേരെയാക്കണേ നേരെയാക്കണേ എന്ന് പറയുന്നത്. നിങ്ങളുടെ സഫുകളെല്ലാം ചേർത്ത് വെക്കിൻ, കോർത്തിണക്കിൻ, കൂട്ടിയിണക്കിൻ. എന്തിനാണ്? സദ്ദിദുൽ ഫുർജ്, ഇടവേളയെല്ലാം നിങ്ങൾ അടക്കിൻ, ഒഴിവാക്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള എല്ലാ ക്രോധം, വിരോധങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ചേർന്ന് നിൽക്കിൻ, അടുത്ത് നിൽക്കിൻ, അടുത്ത് നിൽക്കിൻ. എല്ലാ നമസ്കാരത്തിലും ഇമാമ് പറയണം അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് സഫുകളോട്, സഫുകളൊക്കെ ചേർന്നല് ചേർന്നല്, അടുത്തില്ല അടുത്തില്ല. ആരും കേൾക്കൂല, ആരും അനുസരിക്കൂല. അടുത്ത് നിൽക്കാൻ പറഞ്ഞ കേൾക്കൂല. ഇനി അടുത്ത് നിന്നാലോ വീലാര് പറഞ്ഞും പോയി, നിൽക്കാതിരിക്കാനും പറ്റില്ല. നോക്ക്, എൻ്റെ ഏറ്റവും വലിയ ബദ്ധശത്രു എൻ്റെ അടുത്ത് ഇരിക്കുന്നത്. ഓ, എങ്ങനെ ഇവൻ്റെ അടുത്ത് ഞാൻ നമസ്കരിക്കുക? നമ്മുടെ കൽബ് അങ്ങനെയായിപ്പോയി. അടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്നവനല്ലേ, അടുത്ത് നിൽക്കുമ്പോൾ മനസ്സുകൊണ്ട് ഇമാമ പറഞ്ഞും പോയി അടുത്ത് നിന്നില്ല, ഇനി ഇവിടുന്ന് ഇറങ്ങി മാറ്റി പുറകോട്ട് പോകാൻ പറ്റുമോ? അപ്പൊ അള്ളാഹു എന്ത് തീരുമാനിച്ചു? ഒരു സ്റ്റിക്കർ പുറക്കാട്ട് ഒട്ടിച്ചു വെച്ചു, മറ്റൊരു സ്റ്റിക്കർ അമ്പലപ്പുഴ ഒട്ടിച്ചു വെച്ചു, വേറൊരു സ്റ്റിക്കർ ഹരിപ്പാട്ട് ഒട്ടിച്ചു വെച്ചു. പള്ളിയിൽ അവിടെ നിന്നാ മതി നീ, ഇവിടെ നിന്നാ മതി നീ, അവിടെ നിന്നാ മതി നീ. അടുത്തടുത്ത് നിന്നെ നിർത്തിയപ്പോ, അടുത്തടുത്ത് നിൽക്കുന്ന് പറഞ്ഞപ്പോ നിന്നെ കൊണ്ട് പറ്റാതായി. പെട്ടെന്ന് എല്ലാ പള്ളികളും സ്റ്റിക്കർ ഒട്ടിച്ച് എല്ലാരെയും അകത്തി അടുക്കണേ എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. സദ്ദിദുൽ ഫുർജ വസ്തൗ ഇസ്തൗ സൗ സുഫൂഫകും എന്ന് നമ്മൾ പറഞ്ഞ അതേ നാവ് കൊണ്ട് ഇമാമ പറയേണ്ടി വന്നു. ഇബ്അദൂ, നിങ്ങൾ വിദൂരം പാലിക്കണേ. ഇബ്അദൂ, നിങ്ങൾ വിദൂരം പാലിക്കണേ. കൊറോണ നൽകിയ വാടവ സെക്രട്ടറി നമ്മളെ അടുപ്പിച്ച സംഭവേ എന്തായി? മാറരുത്, ദൂരം നില്ല്. അറിയാതെ എങ്ങാനും ജമാഅത്തല്ല നിസ്കാരല്ല അടുത്ത് നിൽക്കണം, നബിതങ്ങൾ പഠിപ്പിച്ചല്ലെന്ന് പറഞ്ഞ് അടുത്ത് നിന്നാലും ഉടനെ തന്നെ കമ്മിറ്റിക്കാർ വന്നിട്ട് നമ്മളെ അടിച്ച് കഴിഞ്ഞ ആഴ്ച വരെ അടുത്ത് നിൽക്കാൻ പറഞ്ഞ നിങ്ങൾ ഇപ്പൊ എന്താ ഞങ്ങളെ പിടിച്ച് അകറ്റുന്നത്? നിന്റെ കൽബ് ശരിയല്ല, അടുത്ത് നിന്നിട്ട് കൽബ് യോജിച്ചിട്ടില്ല. നമ്മുടെ കൽബ് വേറെയാണ്. അത് ഹദീസാണ്. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ നമസ്കരിക്കാൻ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് ഹബീബായ തങ്ങളുടെ പ്രഭാഷണത്തിലൂടെ നബി തങ്ങൾ പറഞ്ഞതാണ്. ഒരുപാട് പേര് നമസ്കരിക്കാൻ പള്ളികളില് അവരുടെ കൽബുകളെല്ലാം വിദ്വേഷം കൊണ്ട് വിറയ്ക്കുമത്രേ. ധാരാളം സഫുകളാണ് പള്ളികളിൽ അണിനിരക്കുന്നത്. ഒരുപാട് പേര് സഫായിട്ട് നിൽക്കും. പക്ഷേ അവരുടെ മനസ്സിന്റെ ഉള്ളിലെ കൊതി എന്താണ്? അധികാരമാണ്. ഈ ഇരിക്കുന്ന അധികാരികളെ എങ്ങനെയെങ്കിലും പുറത്താക്കിയിട്ട് വീണ്ടും അധികാരത്തിന്റെ കസേരയിലേക്ക് എങ്ങനെ കയറി വരണം എന്ന ചിന്തയാണ് നമസ്കാരത്തിൽ നിൽക്കുന്നവർക്കെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിക്കകത്ത് ഞാൻ നിസ്കരിക്കുമ്പോൾ അങ്ങനെ ഹദീസാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഉസ്താദ് ആവശ്യമില്ലാത്തൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്നെ ഈ പൂവെടുത്തുന്നത്. എനിക്ക് ജീവിതത്തിൽ ഇഷ്ടമില്ല. മണ്ണ് വാരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ മണ്ണ് വാരി വായിട്ടെ. ഒരാളെ കുറിച്ച് ആവശ്യമില്ലാത്തത് പൂവെടുത്തിയാൽ മണ്ണ് വാരി വായിടണമെന്നാണ് ഉസ്താദ് ആവശ്യമില്ലാത്തൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു. അത് പറഞ്ഞ ഒന്നും വിശ്വസിക്കേണ്ട. അതൊക്കെ അദ്ദേഹത്തിന്റെ മഹത്വമാണ്. എനിക്ക് അങ്ങനത്തെ ഒരു മഹത്വമില്ല. എനിക്ക് ജീവിതത്തിൽ എനിക്കൊരാൾ എന്നെ പുകഴ്ത്തുന്ന ഇഷ്ടമില്ല. നമ്മളെ വലിയ പ്രശസ്തിയാകാനും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അള്ളാഹു സാക്ഷി, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. പിന്നെ ഉസ്താദ് അദ്ദേഹത്തിന്റെ ഇൽമിന്റെ മഹത്വം കൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോയതാണ്. എനിക്ക് അന്നേരം കയറി മൈക്ക് പിടിച്ച് മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ മിണ്ടാണ്ടിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഹദീസുകൾ പറയും. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നമ്മളുള്ള കാര്യം ഹദീസ് പറയാം. അത് പിന്നെ ആരായാലും നമുക്കിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ കാര്യം പറഞ്ഞെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അടുത്ത വർഷം വിളിച്ചാൽ മതി.
നമുക്കുള്ള കാര്യം ഓണം പോലെ തുറന്ന് പറയാം, അൽഹംദുലില്ലാ. നമ്മൾ ഉള്ളതേ പറയുള്ളൂ. ഉള്ളത് പറഞ്ഞ് ഞാനല്ലല്ലോ, എൻ്റെ വാക്കല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണല്ലോ. അത് ഈ ഉമ്മത്ത് കേൾക്കണമല്ലോ. ഇല്ല താഹാക്ക പറയണ്ടേ? അതൊക്കെ നമ്മൾ പറയണം. ഇതൊക്കെ നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കണം. അതിനല്ലേ നമ്മൾ ഈ വാതിന് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇദാ കതുറ ഖുതബാഉ മനാബിരിക്കും, ഒരു കാലഘട്ടം വരുമെന്നോ ഇഷ്ടംപോലെ പ്രാസംഗികന്മാരുണ്ടാവുന്നു ഖിയാമത്ത് നാൾ അടയാളം. വല്ല പഞ്ഞമുണ്ടോ? ഒരു നെറ്റിനകത്ത് ആരെ വേണം, ഏത് ഐറ്റം വേണം, നെറ്റ് അടിച്ചാൽ മതി. ഇവിടെ ആണ്ട് നിറച്ച 10 ദിവസത്തെ ആള് കമ്മിറ്റി കൂടും. ഏത് ഐറ്റം വേണം? ഇച്ചിരി നീട്ടുന്ന ഒരാൾ, ഇച്ചിരി കുറുക്കുന്ന ഒരാൾ, ഇച്ചിരി മീഡിയം പോകുന്ന ആൾ, സ്ലോ മോഷനിൽ പോകുന്ന ആൾ, കുറച്ച് സൂപ്പർ ഫാസ്റ്റ്, ഏത് ഐറ്റം, നല്ല പാട്ട് കൂത്തി, ഏത് ഐറ്റം വേണമെങ്കിലും നമുക്കൊന്നുണ്ട് സംഭവം ഇല്ലേ? അടിച്ചാൽ മതി. എല്ലാം ഇപ്പൊ ഒറ്റയടിപ്പാതാ. പണ്ടൊക്കെ വാള് വിളിക്കുമ്പോൾ ഉസ്താദെ ഒരു വാളെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് വന്ന് റാഹത്താട്ടൊക്കെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ അങ്ങനല്ല. ഉസ്താദിന്റെ പേരേതാ? ഉസ്താദിന്റെ പേര് ഒന്ന് അടിച്ചേ, നെല്ല് ഉസ്താദ്, ഞാൻ അരമണിക്കൂർ വിളിക്കാം കേട്ടോ, ഒന്ന് നെറ്റിലൊന്ന് അടിച്ചു നോക്കട്ടെ. വലിയാർ കൊള്ളാമെന്നുള്ളത് നെറ്റിലൊന്ന് അടിച്ചു നോക്കട്ടെ എന്ന്. മനസ്സിലായില്ലേ? കാലം പോയി. ഇദാ കസുറ ഖുതബാഉ മനാബിരിക്കും, പ്രവാചകർ അധികരിക്കുമ്പോ വറകന ഉലമാഉകും ഇലാ ഉലാതികും, നിങ്ങളുടെ പണ്ഡിതന്മാര് അധികാരികളുടെ കസേരയിൽ പോയിരുന്ന് അവരുമായി സൊറ പറയുന്ന കാലം വന്നാൽ അവരുമായിട്ട് സപ്പോർട്ട് മനസ്സിലായി. وأحلوا لهم الحرام وحرموا عليهم الحلال وأفتوهم بما يشتهون, അവർ ഹറാമാക്കിയ കാര്യം ഈ മൗലവിമാര് ഹലാലാക്കി കൊടുക്കും. അല്ലാഹ് ഹലാലാക്കിയ കാര്യം ഇവരങ്ങോട്ട് ഹറാമായി പ്രഖ്യാപിക്കും. ഫഅഫ്തൗഹും ബിമാ യശ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്നത് പോലെ ഫത്വ അങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെ ഒരു കാലം വന്നാൽ മിൻ ഇഖ്തിറാബിസ് സാഅ, അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞങ്ങൾ ഈ അതീത് പഠിച്ചപ്പോൾ ഞാൻ പേടിച്ചു സത്യം. ഇദാ കതറ ഖുതബാഉ മനാബിരിക്കും, പ്രസംഗം 25 വർഷമായിട്ട് പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. പേടിക്കണ്ടേ നമ്മൾ? തീർച്ചയായിട്ടും പേടിക്കണം. നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ദിവസം വന്ന് പ്രസംഗിച്ച് കൈമടക്കം മേടിച്ചോണ്ട് നമുക്ക് പോകാം. പക്ഷെ ഇടി കൊള്ളുന്ന ആരാ? എനിക്കതിൻ്റെ വിഷയമല്ല, പറയുന്നത് പറഞ്ഞ് യഥാർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കണം. ഹലാൽ ഹറാമാക്കുകയും ഹറാം ഹലാലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് നബി തങ്ങൾ പറഞ്ഞല്ലോ. പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ. പിന്നെ പണ്ഡിതന്മാരാണ് എന്ത് ചെയ്യുന്നത്? സമ്പന്നന്മാരെ പൊക്കുക, വാനോളം പൊക്കി പുകഴ്ത്തുക. ഇതും അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കാര്യമത്രേ. വയംതഹൂന അൻഫുസഹും വയൽഹറൂന മഹബ്ബതഹും നിഫാഖൻ ഹത്താ യതവസ്സലൂ ഇലാ അഖ്ദിൽ അംവാലി മിൻഹും, അവരിൽ നിന്ന് പണം കിട്ടുന്നതിന് വേണ്ടി അവർ മുനാഫിഖായി കൊണ്ട് കാപട്യത്തിന്റെ വേഷം അണിഞ്ഞുകൊണ്ട് ഈ സമ്പന്നന്മാരെ വാനോളം പുകഴ്ത്തുമത്രേ. അവരിൽ നിന്ന് പണം പറ്റിക്കഴിഞ്ഞാൽ ഒരു വിലയും അവർക്ക് കൽപ്പിക്കാറില്ല. അങ്ങനെ ഒരു കാലം വന്നാൽ സഹാബാ മിൻ ഇഖ്തിറാബിസ് സാഅ, അത് ഖിയാമത്തിന്റെ അടയാളമാണ് കേട്ടോ. പേടി വരുന്നു. കാരണം പൈസക്കാരെ പൊക്കിയാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പേടി വരുന്നു. നമുക്ക് ചിരി വരുന്നു. പക്ഷെ നമ്മളിവിടെ ഇരിക്കുന്നവരെ പൈസക്കാരെ പൊക്കിയെങ്കിലല്ലേ മുസ്ലിയാർക്ക് റാഹത്ത് കിട്ടുള്ളൂ. ഹദീസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം ഞാൻ നമുക്കെതിരെ വരുന്ന ഹദീസായതുകൊണ്ട് മറച്ചു വയ്ക്കാൻ പറ്റുമോ? നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റുമോ? പേടി വരുന്നു. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മൾ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ ഫീൽഡ് വിട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. കൊറോണ ആകുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കിട്ടി, അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കിട്ടി. എന്തിനായി പ്രസംഗം എന്ന് നമ്മൾ ആലോചിച്ച് പോവുകയാണ്. ഹദീസുകളല്ല, ഇതൊക്കെ വെറുതെ അല്ല. ഖിയാമത്തിന്റെ അലാമത്തുകൾ എടുത്തു വെച്ച് നിങ്ങൾ നോക്കിക്കോ. ഈ ഒരു ഹദീസ് ഇല്ല എങ്കിൽ എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞാൻ വെറുതെ പറയല്ല, ഞാൻ പരസ്യമായിട്ട് ഇപ്പോൾ ലൈവിലൂടെ പറയുകയാണല്ലോ. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്. ഇതെല്ലാം നബി തങ്ങൾ പറയാത്തൊന്നും ഈ ലോകത്ത് വന്നിട്ടില്ല ഹബീബേ. ഇന്നിപ്പോൾ എന്താ, ഇപ്പോൾ പുതിയൊരു സിസ്റ്റം പറഞ്ഞല്ലോ സ്കൂളിൽ, ഇല്ല എന്താ സ്കൂളിൽ ആണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞൊരു പുതിയ സിസ്റ്റം. എന്താ മനസ്സിലായോ? എല്ലാം മനസ്സിലായോ? നിങ്ങളുടെയൊക്കെ കാലം പോയി.
ഇന്നത്തെ ചെറുപ്പക്കാർ പിള്ളേർ അടിപൊളിയാണ്. അവരുടെ മുന്നേ ഇവിടെ ആമീനായിരിക്കും, ഇവിടെ അബൂബക്കർ ഇരിക്കും, ഇവിടെ സബീദായിരിക്കും. അടുത്തടുത്ത് ഇങ്ങനെ സുഖമല്ലേ ഇന്നത്തെ ക്ലാസ്? എടിയല്ല, എടിന്ന് വിളിക്കാൻ പാടില്ല, എടാന്നേ വിളിക്കാവും. ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം എടാന്ന് വിളിക്കാം. എടാന്ന് അല്ലേ മുദക്കർ മുഅന്നസായി, മുഅന്നസ് മുദക്കറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാലഘട്ടം ആണ് പെണ്ണാവും പെണ്ണാണാവുന്ന്. ഇത് അന്നേ പറഞ്ഞ സംഭവമല്ല. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ഉണ്ടാവൂന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഇത് ഇന്ന് വരാതിരിക്കുവോ? ചിന്തിച്ചാ മതിയല്ലോ. ലാ തഖൂമു നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് ലോകം അസ്തമിക്കുകയില്ല. ഹത്താ യതസാഫദന്നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്. ജനങ്ങൾ മൃഗങ്ങളെ പോലെ വഴിയോരങ്ങളിൽ അഴിഞ്ഞാടുന്ന ഒരു കാലം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയേ ഇല്ല. ഇന്ന് നമ്മുടെ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പ്രമേയം എന്താണ്? മക്കളെ, സ്കൂളിൽ പഠിക്കുന്ന നിങ്ങൾ ഒരു ദിവസം മൃഗങ്ങളെ പോലെ ആകണം. മൃഗങ്ങളെ പോലെ ആകണം. മൃഗങ്ങളെ പോലെ ആകാൻ പഠിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? പണ്ട് MA ഒക്കെ എടുത്തിരുന്ന്, MB ഒക്കെ എടുത്തിരുന്ന് അല്ലേ? പണ്ട് MA MBA MC ഒക്കെ എടുത്തിരുന്നപ്പോൾ അതിനൊക്കെ ഒരു വിലയുണ്ട്. ഇപ്പൊ MA മാസ്റ്റർ ഓഫ് ആനിമൽ, മൃഗം പോലെ ആവണം മാസ്റ്റർ. MB മാസ്റ്റർ ഓഫ് ബഫല്ലോ, പോത്ത്, നീ പോത്താണ്, പോത്തിനെ പോലെ ആവണം. ഇപ്പൊ അങ്ങനെയൊക്കെ ആക്കി. ഇപ്പൊ നിയമം അങ്ങനെയായി മാറി. മൃഗങ്ങളെ പോലെ ആവണമെന്ന് അള്ളാഹ് പോലും പറഞ്ഞു. മൃഗങ്ങളെക്കാട്ടിലും കേടുകെട്ടവന്മാരാ മനുഷ്യന്മാരെന്ന്. وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ لَهُمْ قُلُوبٌ لَا يَفْقَهُونَ بِهَا وَلَهُمْ أَعْيُنٌ لَا يُبْصِرُونَ بِهَا وَلَهُمْ آذَانٌ لَا يَسْمَعُونَ بِهَا أُولَئِكَ كَالْأَنْعَامِ بَلْ هُمْ أَضَلُّ. കൽബുണ്ട് ചിന്തിക്കൂല, കണ്ണുണ്ട് കാണൂല, കാതുണ്ട് കേൾക്കൂല, ഇവർ മൃഗങ്ങളാണ് കേട്ടോ. അല്ലാഹ് പറയുന്നു, ഇല്ല 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 ഇല്ല, മൃഗങ്ങളെക്കാൾ കേട് കെട്ടവരാണ്. അല്ലാഹു അക്ബർ. നമ്മളെ നോക്കി അല്ലാഹ് പറയാണ് നമ്മളെ മൃഗങ്ങളല്ല. അപ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് നമ്മളെ മൃഗങ്ങളാവണമെന്ന്. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായ സംഭവം. മൃഗങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എവിടെയും പോയി വേഴ്ച ചെയ്യാം, എങ്ങനെയും ആകാം. അപ്പൊ പട്ടി ഇവിടെ നമ്മുടെ മക്കബറയുടെ മുന്നിലാണെന്ന് പറഞ്ഞാൽ പട്ടിക്ക് വല്ല മക്കബറയോ പള്ളിയോ വല്ല അങ്ങനെയല്ലോ. അതിന് ഇന്തിഷാറാവുമ്പോൾ അത് കയറി അവിടെ ദുഹൂലാക്കിയിട്ട് പോകും. അവിടെ പറഞ്ഞിട്ട് വല്ല കാര്യം പള്ളിയാ മാറിപ്പോടേന്ന് വല്ല പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാവും സംഭവം ഇല്ലേ? അബീബ് അങ്ങനല്ലേ? വീട്ടിലാണെങ്കിലും പശു ഈ ആടിനെയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ വലിയ പാടാ സത്യത്തിൽ. പെൺമക്കളുള്ള ഒരു ആടിനെ വളർത്താൻ വീടില്ല. അവരുടെ അമ്മല്ല ദുഹൂല് ഭയങ്കര പ്രശ്നങ്ങളാണത്. അത് വലിയൊരു ഇടങ്ങേറാണ്. നമ്മുടെ പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആടുകൾ ഇങ്ങനെ എന്നൊക്കെ ആക്കിക്കൊണ്ടുവരെ ഇതെന്താണ് ഉമ്മാന്ന് പെൺമക്കൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് മറുപടി പറയും? വലിയ പ്രശ്നമാണിത്. ഈ കൊറോണയിൽ കിട്ടിയ കുറെ പാഠങ്ങളാണ് എനിക്ക് കേട്ടോ. അതുകൊണ്ട് ഞാനിതൊക്കെ പറയും. കൊറോണയിൽ കുറെ പേര് ആട് വളർത്താൻ പോയല്ലോ, അതിന്റെ പേരിലൊക്കെ കുറെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഈ സംഭവം എന്താണ് ഉമ്മ, ഇതങ്ങനെ എന്താണ് ഉമ്മ, ഇങ്ങനെ എന്താണ് ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമുക്ക് എന്താ ഇതിന് മറുപടി അറിയാം പെൺമക്കളോട്? അതൊരു ഒരു ആലിമ് തന്നെ പറഞ്ഞു, ഉസ്താദ് ഇത് വലിയൊരു ഐബാണ്, നമുക്ക് പറ്റൂല ഇത് വളർത്താൻ. കാരണം ഇത് പിന്നെ ഇംഗ്ലീഷാറായിട്ട് പറ്റുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പെണ്ണുമക്കളുടെ നമ്മളെന്ന് മറുപടി പറയും. വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ മൃഗങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ലോകത്ത് ഉസ്താദില്ലാത്ത ഒരേ ഒരു ഇൽമെന്ന് പറയുന്നത് ഈ സാധനമാണ്. ലോകത്ത് ഏത് പൊട്ടന് ഏത് നാട്ടുകാരനും കല്യാണം കഴിച്ചിട്ട് അവന് ഇൽമിന്റെ ആവശ്യമില്ല, ഒരു ഉസ്താദിന്റെ ആവശ്യമേ ഇല്ല. ഇത് പിന്നെ നമ്മൾ ഇത്രയും പോലെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ വല്ലാത്ത കാര്യം. ഇത് പഠിക്കാതെ തന്നെ ഉമ്മാരുടെ സ്വഭാവം കണ്ട കൊച്ചു പയ്യന്മാർ പോലും ചിരിക്കുന്നത് പഠിക്കാതെ തന്നെ ഇവരിങ്ങനെ ചിരിക്കുകയാണ്. ഇനി ഇവർ പഠിക്കാൻ കൂടെ ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു തആല പറഞ്ഞു മൃഗങ്ങളെക്കാൾ നിങ്ങൾ അധപ്പതിച്ചു പോയി. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു കാലം വരും അന്ന് ഈ ആണും പെണ്ണും പരസ്യമായിട്ട് റോഡിന്റെ അരികിൽ നിന്നുകൊണ്ട് വ്യഭിചരിക്കും. പരസ്യമായിട്ട് മൃഗങ്ങളെ പോലെ. തസാഫുദൽ ബഹായിം, അതാണ് നബി തങ്ങൾ പറഞ്ഞ വാക്ക്. ലാ തഖൂമുസ്സാ ഹത്താ യതസാഫദന്നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്. തരീഖ് റോഡില്. ശരിയല്ലേ? കോളേജിൽ പോയി നോക്ക്. അല്ലെങ്കിൽ വാ തിരുവനന്തപുരത്തോ ഞാൻ കാണിച്ചു തരാം. മടിയിൽ കയറി ഇരിക്കുകയാണ് പെണ്ണുങ്ങളുടെ മടിയിൽ ആണുങ്ങളുടെ മടിയിൽ പെണ്ണുങ്ങള്.
ആ കാലം വല്ല ഇപ്പോൾ ആയിരുന്നെങ്കിൽ മദ്രസയിലൊന്നും അങ്ങനെയില്ല. എല്ലായിടത്തും ആക്കാനുള്ള പരിശ്രമമാണിതിപ്പോൾ. അതിനാണ് അപ്പുറത്തും ഇപ്പുറത്തും വല്ല പഠിത്തം വല്ലതും നടക്കുമോ അബീവേ? ഇത് ഏത് കാലത്ത് എങ്ങനെ പഠിക്കാൻ പറ്റും? നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ? എന്താണ് കാലം സംഭവം? ഇസ്ലാമിന് വിരുദ്ധമായിട്ട് വന്നാൽ അതിന് ഏത് സർക്കാരാണ് നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റൂല. കാലങ്ങൾ പോക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കല്ലേ, ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ വർരിജാലു ബിർരിജാൽ ഫബശ്ശിർഹും ബിരീഹിൻ ഹംറാ മിൻ ഖിബലിൽ മശ്രിഖി ഫയുഖ്സഫു ബഅ്ളുഹും ബിബഅ്ളിൻ അദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു കേട്ടോ. 21-ാം നൂറ്റാണ്ടിലെ ജെൻഡർ ന്യൂട്രാലിറ്റി, ആണും പെണ്ണും സമമാണെന്ന് പറയുമ്പോ ഹബീബായ തങ്ങൾ മുസ്ലിമീങ്ങളെ നമുക്ക് നൽകിയ ഉത്ബോധനം എന്താ? ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ. ലെസ്ബിയനും ഗേയും ഒക്കെ ഇന്ന് തഴച്ചു വളരുമ്പോൾ അതിലും നമ്മുടെ സമുദായം അടിമപ്പെട്ടുപോയി, അകപ്പെട്ടുപോയി എന്ന് പറയുമ്പോ പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓർക്കണേ, ലോകത്തിന്റെ ഗുരുവര്യർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല കേട്ടോ. 1000 വർഷങ്ങൾക്ക് മുമ്പ് 21-ാം നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടത്തെ നോക്കിയിട്ടാണ് മദീനയുടെ പൊന്നുമോൻ ആ ഉമ്മറപ്പടിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ വർരിജാലു ബിർരിജാൽ ഫബശ്ശിർഹും ബിരീഹിൻ ഹംറാ. ആണ് ആണിനെ കൊണ്ടും പെണ്ണ് പെണ്ണിനെ കൊണ്ടും സ്വർഗഭോഗത്തിലൂടെ അവർ സംതൃപ്തിപ്പെടുന്ന ഒരു കാലഘട്ടം വന്നാൽ പ്രകൃതിക്ഷോഭങ്ങളെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണേ, മാരകമായ വിപത്തുകളെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണേ. അതിലൂടെ അവരുടെ കോലം തന്നെ മറിക്കപ്പെടുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂകമ്പം, ഭൂമി കുലുക്കം, ഉരുൾപൊട്ടല്, ഭയങ്കരമായ മഴ, ഭയങ്കരമായ കാറ്റ്, തീക്കാറ്റ്, ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? എപ്പോ? ആണിനെ കൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ ഗേ, പെണ്ണ് പെണ്ണിനെ കൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ ലെസ്ബിയൻ. ഇങ്ങനത്തെ ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഇപ്പൊ എത്ര വർഷം കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ നടക്കുന്നത്? നിന്നിട്ടുണ്ടോ? ഇന്നലെയും പൊട്ടിയില്ലേ? മിനിഞ്ഞാന്നും പൊട്ടിയില്ലേ? ഇല്ലേ? എത്ര നാള്, എത്ര വർഷം കൊണ്ട് ഉരുൾപൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. തൊടുപുഴയിൽ ഒരു കുടുംബം തന്നെ ഒലിച്ചു പോയില്ലേ? ബഹുമാനപ്പെട്ട ഉമാമ റളിയല്ലാഹു തആല അൻഹ ആയിഷ ബീവിയോട്, സ്വഹാബാക്കളടക്കം നബി തങ്ങളുടെ പത്നിയായ ആയിഷ ബീവിയോട് പോയി ചോദിക്കുകയാണ്, യാ ഉമ്മൽ മുഅ്മിനീൻ ഹദ്ദിസ്നി അനി സൽസലാ. നല്ലപോലെ ശ്രദ്ധിക്കണേ മക്കളെ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമയാണ്, പ്രിയപത്നിയാണ്. 2600-ൽ പരം ഹദീസുകൾ ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത, റിപ്പോർട്ട് ചെയ്ത മഹദിയാണ് മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ആയിഷ സിദ്ദീഖയോട് ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ പോയി ചോദിക്കുകയാണ്, മഹദി അവர்களே, തുടർച്ചയായി ഈ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതിന്റെ കാരണം എന്താ? പ്രകൃതിക്ഷോഭം ഉണ്ടാകാനുള്ള കാരണം എന്ത്? മഹദി അവர்களെ ഒന്ന് പറഞ്ഞു തരുവോ? ഹദ്ദിസ്നി അനി സൽസലാ. എന്തുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ സംഭവിക്കാനുള്ള കാരണമെന്ന് മഹദി അവர்களോട് ബഹുമാനപ്പെട്ട സഹാബാക്കൾ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ മറുപടി പറയുകയാണ്, ഖാലത്ത് ഇദസ്തബാഹു അസ്സിനാ. ഇഷ്ടാനുസരിച്ച് ആണിനോടോ പെണ്ണ് പെണ്ണുമായിട്ട് ഭോഗിക്കാം. അങ്ങനെ ഒരു അനുവാദം എന്ന് വരുന്നോ അന്ന് നിങ്ങൾ പ്രകൃതിക്ഷോഭം പ്രതീക്ഷിച്ചോ? ആയിഷ റളിയല്ലാഹു അൻഹ. ഇപ്പൊ അങ്ങനല്ലേ? ഇപ്പൊ വന്നല്ലോ നിയമം, അങ്ങനല്ലേ? കല്യാണം കഴിക്കാൻ പാടില്ല. 18 വയസ്സായ പെണ്ണുമായിട്ട് എവിടെ വേണേലും നിനക്ക് പോകാം, രാത്രി റൂം എടുക്കാം, താമസിക്കാം, ജീവിക്കാം. ഇപ്പൊ ഈ ബഹുഭാര്യത്വം കൂടെ നിരോധിക്കാൻ പോകാന്ന് പറയുന്നിട്ട് അപ്പൊ നമ്മളെല്ലാം കുടുങ്ങും. ഒന്നുകൂടെ കെട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് കുടുങ്ങി പോയാൽ പ്രശ്നമല്ലേ? ഇപ്പൊ അതും കൂടെ നിരോധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സംഭവം എന്നാലോചിച്ച് നോക്കി. ബഹുഭാര്യത്വം നിരോധിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും രംഗം?
നിരോധിക്കാൻ പോവാണ്. തലാക്ക് നിരോധിക്കാൻ പോവാണ്. തലാക്ക് ഇനി പറയാനേ പാടില്ല. മുത്തലാക്ക് അത് ഒഴിവാക്കി ഒന്നിക്കൊണ്ടുവന്ന് അപ്പോഴും മുസ്ലിയാക്കന്മാർ മസാല, അതുകൊണ്ട് പണ്ടേ മസാല ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയി. അപ്പം അതുകൊണ്ട് അതിലുമല്ല, ഇനി തലാക്ക് എന്ന് പറഞ്ഞാൽ ഡിവേഴ്സ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. അപ്പം ബഹുഭാര്യത്വം നിരോധിക്കാൻ പോവാണ്. ബഹുഭാര്യത്വം നിരോധിക്കാൻ പോകുമ്പോൾ നമുക്ക് വേറെ പെണ്ണിട്ടാൻ പറ്റൂല. പിന്നെ വേറൊരു ഹിക്കുമത്തുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഹയർ തന്നെ, കോടതിയൊക്കെ അങ്ങനെ പറഞ്ഞാൽ നമുക്കൊരു ഹയർ തന്നെയാണ്. പള്ളിയുടെ ലെറ്റർ വേണ്ട, നമുക്ക് രഹസ്യമായിട്ട് വാങ്ങാൻ കഴിക്കാൻ. ഇതിപ്പോൾ പള്ളിയുടെ രണ്ടാമതാണെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ ലെറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി കൊടുത്തല്ലേ പറ്റുള്ളൂ. അല്ലാതെ പള്ളിയുടെ ലെറ്റർ കൊടുക്കാതെ നിക്കാഹ് കഴിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ എന്താ, രണ്ട് സാക്ഷികളെയും വെച്ച് ഒരു ഉസ്താദ് കൊണ്ടുവന്ന നിക്കാഹ് ഒരു മുറി വെച്ച് നടത്തി തന്ന ഹലാലായില്ലേ? നമുക്ക് പിന്നെ റാഹത്തായിട്ട് കഴിഞ്ഞുകൂടല്ലോ. നമ്മുടെ കളി സംഭവം അവിടത്തല്ലേ നിയമങ്ങളും കൊണ്ടുവരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സൗകര്യം ചെയ്ത് കൊടുക്കാമെന്നാണ്. ഇതിപ്പോ ഓരോരുത്തർ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കണം, ഒന്നുകൂടെ കല്യാണം കഴിക്കണം. എങ്ങനെയാണ് ഈ പള്ളിയിൽ നിന്ന് ലെറ്റർ കിട്ടാത്തതിന്റെ ഒരു വിഷമം? അടുത്ത ഭാര്യ അറിഞ്ഞാൽ അതും പ്രശ്നം. ഇതെല്ലാം ഒരു പ്രശ്നമാണ്, വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പൊ നിയമം വരാൻ പോവാണ്. സഹോദരിമാരെന്നെ എങ്ങനെയല്ലേ ഇവിടെ നിന്ന് ഓടിക്കുന്ന ലക്ഷണമുണ്ട്. എന്തിനാ നമ്മൾ വിഷമിക്കുന്നത്? ഒരു 4 പെണ്ണ് കെട്ടൽ, ഞാനിപ്പോ കെട്ടുന്നില്ലയോ അത് വിഷയം വേറെ. ഞാനൊരു ഹിക്കുമത്ത് പറയാണ്. 4 വിവാഹം കഴിക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്? ഒരു ഭർത്താവിൻ്റെ ജോലി 4ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. എന്താ ഉസ്താദേ? ഒരു ഭർത്താവിൻ്റെ ജോലി 4ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പെട്ട ഇവർക്ക് സുഖമല്ലേ? 1 മണിക്കൂറിൽ ജോലി തീരും ഇവളുടെ പണി, ബാക്കി 23 മണിക്കൂർ നെറ്റി കളിച്ചുകൊണ്ടിരിക്കുക. ഓരോരുത്തർ 4 പേര്, ആമിന, സഫിയ, സബൂറ, ഷാക്കിറ, ഈ 4 പേര് പരിപാടി അങ്ങ് ഏറ്റെടുക്കുക. ഓരോരുത്തർ, ഒരാൾ തുണി കഴുകുക, ഒരാൾ വസ്ത്രം കഴുകുക, ഒരാൾ അവരെ ആശുപത്രി കൊണ്ട്, ഒരാൾ അടുക്കളയിൽ പണിയെടുക്കുക. എന്താ റാഹത്ത്! അവരവരുടെ പണി കഴിഞ്ഞ്, സബൂറ നീ തീർന്ന, ഞാൻ എൻ്റെ പണി തീർത്തടി, നീ എൻ്റെ പണി തീർന്നില്ല, ഇല്ല എനിക്ക് കുറച്ചുണ്ടടി, ഒന്ന് സഹായിച്ചു തരുമോ? അത് വേണമെങ്കിൽ അവരുടെ തമ്മിലുള്ള ബന്ധങ്ങളാണ്. 4 രീതി ഇസ്ലാം പഠിപ്പിച്ച രീതി അങ്ങനെയാണ്. അബീബേ, നമ്മൾ കല്യാണം കഴിക്കണോ വേണ്ടെന്നല്ല, ഇസ്ലാം നൽകുന്ന സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ, എല്ലാവരും പറയും എന്തൊരു ക്രൂരതയായി കാണിക്കുന്നത്, എന്ത് ഒരിക്കലും ക്രൂരതയല്ല സഹോദരന്മാർ, അങ്ങനെ ചിന്തിക്കരുത്. ക്രൂരതയാണോ? ഒരു ഭർത്താവിന് 4 ഭാര്യ എന്ന് പറയുമ്പോൾ 4 പേരും കൂടെ ചേർന്ന് ഡിവൈഡ് ചെയ്ത് ജോലി മാറ്റുകയാണ്. അവർക്ക് എത്ര സന്തോഷമാണത്. എന്നാൽ തിരിച്ചു നോക്കിക്കോ, ഇസ്ലാം അങ്ങനെ വെച്ചിരുന്നെങ്കിലോ, ഒരു ഭാര്യയ്ക്ക് 4 ഭർത്താവായിരുന്നെങ്കിലോ? ഇവിടുന്ന് പരസ്യമായിട്ട് പറയാൻ പറ്റൂല. അല്ല, ഞാൻ പറയും, പിന്നെ ഞാൻ അങ്ങനത്തെ ആളായിപ്പോയി. എനിക്ക് ഇനി നെറ്റിനകത്തൊക്കെ ഇനി ഒന്നും കേൾക്കാനൊന്നുമില്ല. സംഭവം ഇതല്ല, ഞാനല്ല എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിത് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എന്തെല്ലാം സ്വർഗം പറഞ്ഞാലും ആഖിറം പറഞ്ഞാലും നരകം പറഞ്ഞാലും എല്ലാം നമുക്ക് പ്രശ്നം തന്നെയാണ്. അത് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ ദീനിന്റെ കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ 4 ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് വന്നാൽ, ഈ പെൺകുട്ടി ഇവൾ ഒരു ഗർഭമുണ്ടായാൽ ആരാണ് ഭർത്താവ്, ആരാണ് ഉപ്പ, എവിടെയാണ് പ്രശ്നം വരും? ചർച്ച വരൂല്ലേ? പ്രകൃതിയോടുകൂടി യോജിക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. നമ്മളെ ചിന്തിക്കണം. ഈ 4 ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തം ഈ ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ പാൻ്റ് എന്ന് പറഞ്ഞ ചാക്ക് പോലത്തെ സാധനം, ഇത് കഴുകണമെങ്കിൽ തന്നെ 3 മണിക്കൂർ വേണം ഒരെണ്ണം കഴുകണമെങ്കിൽ തന്നെ. ഇത് നമ്മൾ ചിന്തിച്ചു നോക്കണം. അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇസ്ലാം അത് അനുവദിച്ചിരിക്കുന്ന നന്മയാണത്, തെറ്റല്ല. അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അവരൊരു തെറ്റായിട്ട് അത് കാണുന്നു. ഒരിക്കലും ഇസ്ലാമിന്റെ മതം പ്രകൃതിയോട് യോജിച്ച മതമാണ്. ഒരിക്കലും ഇസ്ലാം പ്രകൃതിക്ക് എതിരായ മതമേ അല്ല. അതാദ്യം ചിന്തിക്കണം. അത് നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്, മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലേ കൂട്ടി പറഞ്ഞത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അത് സംഭവിക്കുന്നു. ഇത് ഖിയാമത്തിന്റെ അടയാളമാണ് എന്ന് ഹബീബായ ഷഫീഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇവിടെ സമത്വവാദത്തെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? വമൻ യഅമൽ മിനസ്സാലിഹാതി മിൻ ദക്കറിൻ വഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബാ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇസ്ലാം സ്ത്രീകൾക്ക് 3 പദവികളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ 1 എന്ന് പറയുന്നത് പുരുഷനേക്കാൾ സ്ത്രീക്ക് ഇസ്ലാം പദവി നൽകുകയാണ്. 2, സ്ത്രീയും പുരുഷനും സമമാണ്. ഏത് വിഷയത്തിൽ? വിശ്വാസത്തിന്റെ വിഷയത്തിൽ, അവരുടെ കർമ്മങ്ങളുടെ വിഷയത്തിൽ, അവരുടെ സ്വഭാവത്തിന്റെ വിഷയത്തിൽ സ്ത്രീയും പുരുഷനും സമമാണ്, തുല്യമാണ്. 3, പുരുഷൻ
പുരുഷന് സ്ത്രീകളെക്കാൾ സ്ഥാനമാണ്. ഈ 3 കാര്യമാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്തോട് പഠിപ്പിക്കുന്നത്. ഒരിക്കലും സ്ത്രീയും പുരുഷനും തുല്യമാവുകയേയില്ല. തുല്യമാകും ഒരേ ഒരു സന്ദർഭത്തിൽ മാത്രമാണ്. അത് ഒന്ന് വിശ്വാസത്തിലാണ്. ഈമാൻ കാര്യം 6 ഇസ്ലാം കാര്യം 5. അത് പുരുഷനും സ്ത്രീക്കും അത് സമമാണ്. പുരുഷൻ 2 റക്അത്ത് നമസ്കരിച്ചാലും സ്ത്രീ 2 റക്അത്ത് നമസ്കരിച്ചാലും തുല്യമായ കൂലിയാണ് അവർക്ക് നൽകപ്പെടുക. സ്ത്രീ നോമ്പെടുത്താലും പുരുഷൻ നോമ്പെടുത്താലും അവർക്ക് തുല്യമായ കൂലിയാണ് അല്ലാഹു നൽകുക. സ്ത്രീ തഹജ്ജുദ് നമസ്കരിച്ചാലും പുരുഷൻ തഹജ്ജുദ് നമസ്കരിച്ചാലും തുല്യമായ കൂലിയാണ് അല്ലാഹു നൽകുക. സ്ത്രീ ഖുർആൻ പാരായണം നടത്തിയാലും പുരുഷൻ ഖുർആൻ പാരായണം നടത്തിയാലും തുല്യമായ പദവിയാണ് അല്ലാഹു നൽകുക. ഒരു സ്ത്രീ നോമ്പ് പിടിച്ചതിന്റെ പേരിൽ അല്ലാഹു തആല അത് പെണ്ണല്ലേ നമുക്ക് ഫുള്ള് കൊടുക്കണ്ട, ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു 1/4 കൊടുക്കാം. ഇത് ഇസ്ലാമിന്റെ നയമല്ല, അത് രാഷ്ട്രീയക്കാരുടെ നയമാണ്. ഒരു കടയിൽ ഒരാണ് ജോലി ചെയ്താൽ 10,000 രൂപ ശമ്പളം, പെണ്ണ് അതേ ജോലി എടുത്താൽ 5,000 6,000 രൂപ ശമ്പളം. ഇത് നീതിയല്ല, ഇത് ഒരിക്കലും ഇത് നീതിയല്ല. ആണായ ഒരു മെക്കാട് പണിയെടുത്താൽ 1000 രൂപ അവന് ശമ്പളം കൊടുക്കും. ഒരു പെണ്ണ് വന്ന് മെക്കാട് പണിയെടുത്താൽ 800 രൂപ ശമ്പളം കൊടുക്കും. ഇത് നീതിയല്ല. അവളെടുക്കുന്ന പണിയല്ലേ അവനെടുക്കുന്നത്. ഇതെവിടെ നീതി? ഒരിക്കലും അത് നീതിയാവൂല. അത് ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന നീതി. ഒരു ആണ് നമസ്കരിച്ചാലും പെണ്ണ് നമസ്കരിച്ചാലും തുല്യ നീതിയാണ് അവിടെ. ആണാകട്ടെ പെണ്ണാകട്ടെ അവരൊരു നന്മയാണോ അവർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അവരെ സ്വർഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. വലായുല്ലമൂന നഖീറാ, അവരോട് ഒരു അണുകിട പോലും അല്ലാഹു അതിക്രമം പ്രവർത്തിക്കുകയേ ഇല്ല. ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും നന്മയാണോ അവർ ചെയ്യുന്നത് അവർക്ക് തുല്യമായ വേതനമാണ് പരിശുദ്ധ ഇസ്ലാം നൽകുന്നത്. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചില്ലേ, നബിയേ നിങ്ങൾ പുരുഷന്മാർ അള്ളാന്റെ മാർഗത്തിലെ സമരമുഖത്തിൽ പോകുമ്പോ അല്ലാഹു തആല അവർക്ക് ഉയർന്ന പ്രതിഫലം നൽകാറുണ്ടല്ലോ. ഞങ്ങളെ സ്ത്രീകളായി പോയതിന്റെ പേര് അബലകളും ചബലകളുമായി തള്ളപ്പെട്ടിരിക്കുകയല്ലേ. പുരുഷന്മാർക്ക് അല്ലാഹു നൽകുന്ന കൂലി ഞങ്ങൾക്ക് എന്തേ അല്ലാഹു നൽകാത്തത്? ബഹുമാനപ്പെട്ട മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ ഹബീബായ തങ്ങൾ പോലും അത്ഭുതത്തോടെ തലകുനിച്ചു പോവുകയാണ്. എന്ത് മറുപടിയാണ് ഞാൻ പറയുക? ഇദാ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യത്തിന് ഇതാ മറുപടിയായി ഓതി കൊടുക്കുകയാണ്. കേട്ടോ, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والصابرين والصابرات والصائمين والصائمات والصابرين والصابرات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. മുസ്ലിമായ ആണായാലും മുസ്ലിമത്തായ പെണ്ണായാലും വിശ്വാസിയായ ആണായാലും വിശ്വാസിനിയായ പെണ്ണായാലും നോമ്പ് പിടിച്ച ആണായാലും നോമ്പ് പിടിച്ച പെണ്ണായാലും നാം അല്ലാഹുവിനെ അനുസരിക്കുന്ന ആണായാലും അനുസരിക്കുന്ന പെണ്ണായാലും വിക്രി ചെയ്യുന്ന ആണായാലും വിക്രി ചെയ്യുന്ന പെണ്ണായാലും അല്ലാഹുവിനെ സ്മരിക്കുന്നവരാരാണോ അവർക്ക് ഉന്നതമായ പ്രതിഫലമാണ് അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ആണിനും പെണ്ണിനും സമത്വത്തിന്റെ ആയത്ത് ഇതാ ഇറക്കുകയാണ്. ഉമ്മു സലമയ്ക്കും പെണ്ണുങ്ങൾക്ക് സന്തോഷമായി.
അൽഹംദുലില്ലാ, സന്തോഷായി. ആണുങ്ങൾക്ക് കിട്ടുന്ന അതേ പ്രതിഫലം പെണ്ണുങ്ങൾക്ക് കിട്ടും. ആണുങ്ങൾ വീട്ടിൽ ജമാഅത്തായിട്ട് പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ പെണ്ണുങ്ങൾ വീട്ടിൽ നിസ്കരിച്ചാൽ അതിന്റെ കൂലി അവർക്കും കിട്ടും, പേടിക്കണ്ട. പോരെ. إذا سلت خمسها وصامت شهرها وأطاعت بعلها فلتدخل من أي أبواب من الجنة كما قال عليه السلام. പെണ്ണെ, നീ ഇറങ്ങിപ്പോയി പള്ളിയിൽ നിസ്കരിക്കണമെന്ന് ധൃതി കൂട്ടേണ്ടതില്ല. നീ നിന്റെ ഭർത്താവിന് സേവ ചെയ്ത് നീ കൃത്യമായി നമസ്കരിച്ച് നോമ്പെടുത്തിട്ട് ഭർത്താവിനെ അനുസരിച്ച് വീട്ടിൽ കഴിഞ്ഞുകൂടിയാൽ നീ ഇഷ്ടപ്പെടുന്ന വാതിലിലൂടെ സ്വർഗത്തിൽ കടക്കാം. പോരെ, നമ്മൾ സ്വർഗത്തിൽ പോകാനാണല്ലോ ഈ പണിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് എളുപ്പം എന്നുള്ള വഴിയിലൂടെ സ്വർഗത്തിൽ പോകാൻ പറ്റിയ അതല്ലേ നല്ലത്. അതുകൊണ്ട് ഇവിടെ സമത്വം എന്ന് പറഞ്ഞത് ഇബാദത്ത് കൂലി അള്ളാഹു നൽകുന്ന വിഷയത്തിൽ സെയിം ഒരു നിലയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു കുറവും വരുത്തുന്നേയില്ല. സ്ത്രീ പുരുഷനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല, പുരുഷനേക്കാൾ സ്ത്രീക്ക് അള്ളാഹു തആല ഇസ്ലാം സ്ഥാനം നൽകുന്നു. പുരുഷനേക്കാൾ സ്ത്രീക്ക് അള്ളാഹു തആല ഇസ്ലാം അവിടെ സ്ഥാനം നൽകുന്നു. എങ്ങനെ നൽകുന്നു? ഉമ്മ, ആണിലും പെണ്ണിലും വെച്ച് ഏറ്റവും കൂടുതൽ ഇസ്ലാം നൽകുന്ന സ്ഥാനം ഉമ്മക്കാണ്. ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ ആണ് വാപ്പാടെ ഉമ്മാടെയും കാര്യം പറയുന്ന കൂട്ടത്തിൽ ഉമ്മാടെ കാര്യമാണ് അവിടെ മുന്തിച്ച് പറയുന്നത്. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക് ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا. ഉമ്മ ക്ഷീണത്തിന്റെ മേൽ ക്ഷീണം സഹിച്ച് കഷ്ടത്തിന്റെ മേൽ കഷ്ടം സഹിച്ചല്ലേ നിന്നെ നൊന്ത് പ്രസവിച്ചത്, നിന്നെ ഗർഭം ചുമന്നത്, നിനക്ക് മുലയൂട്ടിയത്. ഈ 3 കാര്യം വാപ്പയിലില്ല. 1 ഹംല്, ഗർഭം ചുമക്കുക. 2 വിലാദത്ത്, പ്രസവിക്കുക. 3 ഇർലാഅ്, മുല കൊടുക്കുക. ഇത് 3 വാപ്പായെ കൊണ്ട് സാധിക്കുമോ? പിന്നെ എങ്ങനെ ജെൻഡർ ന്യൂട്രാലിറ്റി ആവും? പിന്നെ എങ്ങനെ യോജിക്കാൻ പറ്റുമോ? മനസ്സിലാക്കണം. ഇത് 3 നമുക്ക് ഭർത്താവിന്റെ പണിയല്ലേ. പിന്നെ ഒരു 6 മാസം ഇക്ക നിങ്ങൾ ഗർഭം ചുമക്കി, ഒരു 4 മാസം അല്ലെങ്കിൽ 3 മാസം ഞാൻ ചുമക്കാം. അല്ലെങ്കിൽ കുറച്ചാൾ നിങ്ങൾ പാൽ കുടിക്കും, കുറച്ചാൾ ഞാൻ പാൽ കൊടുക്കാം. ചൈനക്കാരൻ അവിടെ ഈ പാലുണ്ടാക്കി വെച്ച് അവിടെ ഈ പെണ്ണുങ്ങളെ ജോലിക്ക് പോവാം. ചൈനയിൽ പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്. പുരുഷന്മാർക്ക് ഈ പാൽ കൊടുക്കുന്ന പോലെ സുനാപ്പി ഉണ്ടാക്കി വെച്ചിട്ട് ഈ പിള്ളേരെ ഇങ്ങനെ പാൽ കുടിപ്പിക്കും ചൈനയിൽ. ഇതൊക്കെ നമ്മൾ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ച് സെക്സാന്നൊന്നും കരുതരുത്. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ മനസ്സിലാവും. ഇവിടെ ഉസ്താദ് എന്തെങ്കിലും പറയുമ്പോൾ അത് സെക്സാ ഉസ്താദെന്നൊക്കെ പറയും. ഇവിടെ സർക്കാർ ഇവിടെ പഠിപ്പിക്കാൻ പോവാ സെക്സ്. അന്നേരം പിന്നെ നിങ്ങൾ സർക്കാരിനെ ആരെല്ലാം കുറ്റം പറയുമോ? ആരെല്ലാം പറയുമോ? അത് പരിശുദ്ധമായ ദീന നമ്മൾ ഈ പറയുന്നത്. ഖുർആനും ഹദീസും വെച്ചിട്ട് നമ്മൾ പറയാണ്. ഇത് നമ്മൾ ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇത് സെക്സ് ഒന്നുമല്ല, ചിന്തിക്കാൻ വേണ്ടി പറയാണ്. മനസ്സിലാക്കണം. എന്നാൽ അതിനെക്കാട്ടിലും കേടുകെട്ട നിലയിലാണ്. ഇപ്പം ആ പാഠ്യ പദ്ധതിയൊക്കെ നമ്മൾ നോക്കിയാൽ അതിൻ്റെ 40ാമത്തെ അധ്യായത്തിൽ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മെൻസസ് ആയ ഒരു സ്ത്രീയുമായിട്ട് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് കുഴപ്പമില്ല. അതൊക്കെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണ്. അത് ഏത് മതക്കാർ പറഞ്ഞാലും നമ്മുടെ ബുദ്ധി വെച്ചിട്ട് കൈകാര്യം ചെയ്യാന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ഖുർആൻ പറഞ്ഞാൽ എന്താ? യസ്അലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ അദാ ഫഅതസിലുൻ നിസാഅ ഫിൽ മഹീദ്. ഈ സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ശാരീരികമായി ബന്ധപ്പെടാൻ പാടില്ല, ഋതുമതിയായി ബന്ധപ്പെടാൻ പാടില്ല. ഖുർആനല്ലേ, നമ്മൾ അതിനല്ലേ അംഗീകരിക്കേണ്ടത്. നമ്മുടെ നിയമപുസ്തകം അതാണ്, നമ്മുടെ നിയമപുസ്തകം അതാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. ഈ കൊറോണ വന്നതോടുകൂടി നമുക്കുണ്ടായ ഒരു പ്രശ്നം എന്ന് പറയട്ടെ, ഓൺലൈൻ വഴിയായി എല്ലാ ബന്ധങ്ങളും. കൊറോണ നൽകിയ ഏറ്റവും വലിയൊരു പാഠം എന്തെന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴി ബന്ധങ്ങൾ രൂഢമൂലമായി, ധാരാളം ബന്ധങ്ങൾ കൂടി. കുട്ടികൾ പഠിക്കുന്നത് ഓൺലൈനിലായി. അപ്പൊ ഇന്ന് വരെ മൊബൈൽ എന്ന് കണ്ടിട്ടില്ലാത്ത കുട്ടികൾ മൊബൈലുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി. എത്ര കുട്ടികൾ മൊബൈൽ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു? എത്ര കുട്ടികൾ 10 വയസ്സായ കുട്ടികൾ. ഇന്ന് നോക്കിക്കോ, അങ്ങനെ ആ മൊബൈലിൽ ആ കുട്ടികൾക്കൊരു ശീലം വന്നപ്പോ ഇന്ന് മക്കൾ വീട് വിട്ട് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല. വാപ്പായ്ക്ക് എവിടെയും പോണോ? പോയിക്കോ, ആ മൊബൈൽ ഞാൻ. ഉമ്മാക്ക് എളുപ്പമായി,
ഇവളുടെ ശല്യത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഒരു മൊബൈൽ അങ്ങോട്ട് കൊടുക്കും. ഇപ്പൊ ഇഷ്ടം പോലെ 2-3 മൊബൈൽ ഉണ്ടല്ലോ. ആൾക്കാർക്ക് ഇഷ്ടാനുസരിച്ച് എന്ത് ചെയ്യാം. ഇപ്പം ഫ്രീ ആയിട്ട് എന്താ പറഞ്ഞ 0% ഇൻട്രസ്റ്റ് എന്നും പറഞ്ഞിട്ട് ഒരിക്കലും അങ്ങനെ നിങ്ങൾ വിശ്വസിക്കേ വേണ്ട. ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരിക്കലും ഒരു മൊബൈലും കിട്ടൂല കേട്ടോ. അങ്ങനെ ആരും ധരിക്കുകയേ വേണ്ട. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളെടുത്ത് വായിച്ചു നോക്ക്. ബാങ്കുമായിട്ട് കണക്ഷനാണ്. ആ ബാങ്കിൻ്റെ കണക്ഷൻ വെച്ച് നോക്കുമ്പോൾ അത് ഇൻട്രസ്റ്റ് തന്നെയാണ്. അത് പഠിക്കണം. നമ്മൾ വിചാരിക്കുന്നത് പലിശയൊന്നും ഇല്ലല്ലോ ഉസ്താദേ. പലിശ തന്നെ ഉണ്ട്. അത് പഠിക്കാത്തതുകൊണ്ടാണ്. 0 ഇൻട്രസ്റ്റ്. നിങ്ങളെന്താ പിന്നെ യത്തീമായ മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവർ തരാൻ? ഇതൊക്കെ നമ്മളെ പറ്റിക്കല്ലേ അബീബേ. നമ്മളെല്ലാം ആരാണ്? വെറും വിഡ്ഢികളല്ലേ. നമ്മളെ പറ്റിക്കല്ലേ ഈ ലോകം മൊത്തം. നമ്മളെ മുഴുവൻ ഈ കൊറോണ എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിച്ച് എത്ര പൈസ കിട്ടിയേ? എത്ര പേര് സമ്പന്നരായി? കേവലം 2 രൂപ 1.5 രൂപയ്ക്ക് ആർക്കും വേണ്ടാത്ത മാസ്ക് വെച്ച് കോടിക്കണക്കിന് വിറ്റ് കാശ് എത്ര ഉണ്ടാക്കി? സാനിറ്റൈസർ ആർക്കും വേണ്ടാത്ത സാധനമാണ്. എത്ര പേര് കാശുണ്ടാക്കി? പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചെന്താ? പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചെന്താ? നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ഒളുവെടുക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ ഒളുവെടുക്കണം, നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ ഉറക്കൽ നിന്ന് രാത്രി നിങ്ങൾ എഴുന്നേറ്റ ഉടനെ രാത്രി നിങ്ങൾ എഴുന്നേറ്റാൽ നിങ്ങൾ പല്ല് തേക്കണം. നിങ്ങൾ മുഖവും മുൻകൈയും കഴുകാതെ കണ്ട് പാത്രത്തിൽ കൈയിടരുത്. ഒളുവെടുക്കുന്ന വെള്ളത്തിൽ കൈയിടരുത്. നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ ഗവൺമെന്റ് പഠിപ്പിച്ചു, എവിടെ പോയാലും മുൻകൈ കഴുകണം, എവിടെ പോയാലും കൈ കഴുകണം, എവിടെ പോയാലും മുഖം കഴുകണം, വീട്ടിൽ കയറിയാലും കഴുകണം, ഇറങ്ങിയാലും കഴുകണം, ആശുപത്രിയുടെ വാതിലും കഴുകണം. കൈയുടെ തൊലിയെല്ലാം പോയി. സംഭവം ഓരോരുത്തർക്ക് തൊലി അലർജി പിടിക്കാതെ സോപ്പിട്ട് എത്ര പ്രാവശ്യം കഴുകി സംഭവം. 5 വഖത്ത് ഒളുവെടുത്ത പോരെ. നമുക്ക് ഇത്രത്തോളം വൃത്തിയായിട്ട് ഒളുവെടുക്കാനും ഇത്രത്തോളം ശുദ്ധി വരുത്താനും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ലോകത്ത് എവിടെയുള്ള ഇത്ര ശുദ്ധി വരുത്താൻ, കൃത്യമായിട്ട് ശുദ്ധി വരുത്തുക. മൂക്കിനകത്ത് വെള്ളം കയറ്റി ചീറ്റണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം. അകത്തെല്ലാം ഉണ്ടെങ്കിൽ താഴോട്ട് പോട്ടെ എന്നാ ശാസ്ത്രം പഠിപ്പിക്കുന്ന. മുഖം മാത്രം കഴിയാൻ മതി, മുഖവും മുൻകൈയും കഴിയാൻ മതി. പിന്നെ മൂക്കിയിരിക്കുന്ന കൊറോണ ആര് കഴിവും? മൂക്കിലിരിക്കുന്ന കൊറോണ ആര് കഴിവും? അതുകൊണ്ടാണ് ഇസ്തിൻഷാക്ക് പറഞ്ഞത് അതങ്ങോട്ട് മൂക്കിനകത്തേക്ക് വെള്ളം കയറ്റി ചീറ്റി വൃത്തിയാക്കണമെന്ന്. കൈയുടെ നഖങ്ങൾക്കിടയിലുള്ള അഴുക്കുകൾ മാറ്റിയെടുക്കണമെന്ന്. എത്ര ശുദ്ധി വൃത്തി ഇസ്ലാം പഠിപ്പിച്ചു. നമ്മൾ പള്ളിയിൽ എന്നിട്ട് ആ പള്ളിയും പൂട്ടി ഹൗലും വെള്ളം തുറന്നു വിട്ട് ഒന്നുമില്ല, വെള്ളി അടച്ചു പൂട്ടി. പടച്ചവനെ റബ്ബേ, കമ്മറ്റിക്കാർ കാവലിരിക്കുക. എന്തെന്നറിയോ? ആരും പള്ളി കയറാതിരിക്കാൻ. പണ്ട് കമ്മറ്റിക്കാർ ഇറങ്ങി വിളിക്കുവാണ്, പള്ളി പള്ളിയുടെ പ്രാവുവാടാ, പള്ളി ശവിക്കടാ, കേറി വാടാ, വാടാ പള്ളി വാടാ. ഇപ്പൊ പള്ളിക്ക് സുബൈർ എന്തായാലും വരാൻ തീരുമാനം. പോടാ പോടാ. ഇക്ക നിങ്ങളല്ലേ ഇക്ക പള്ളിയിൽ വരാൻ പറഞ്ഞ? ഇക്ക പള്ളി വരാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇക്ക എന്താ ഓടിച്ചു വിടുന്നത്? പക്ഷേ കൊറോണ പോടാ, നിക്കടാ. ഇപ്പൊ പോലീസ് 1000 പോടാ, പള്ളിയിൽ നിൽക്കണ്ട. സെക്രട്ടറി അപ്പുറത്ത്, പ്രസിഡന്റ് ഇപ്പുറത്ത്, നടുക്ക് ഗേറ്റ്. അല്ലെങ്കിൽ സെക്രട്ടറി പ്രസിഡന്റ് 1000 രൂപ കൊടുക്കണം. സെക്രട്ടറി പ്രസിഡന്റ് 1000 രൂപ കൊടുക്കണം. പള്ളിയിലോട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് വരാത്ത മഹയന്മാര് പള്ളിക്ക് വരാൻ തീരുമാനിച്ചപ്പോ ആ വിളിച്ചവർ തന്നെ ഓടിച്ചിടാം. ഓടിക്കൊള്ളാമില്ല. തിരുവനന്തപുരത്ത് കൊല്ലം വരെ യാത്രയിൽ മൂത്രമൊഴിക്കാൻ ഒരു പള്ളി കയറാൻ നോക്കിയിട്ട് എല്ലാം പൂട്ടിയിട്ടേക്ക്. ഒരു രക്ഷയില്ല. മാസ്ക് ഇല്ലാതെ മൂത്രമൊഴിക്കാൻ പറ്റൂല. മൂത്രമൊഴിക്കാനും മാസ്ക് കൊണ്ടുള്ള കാര്യം നമ്മൾ അന്നേരം അറിയുന്നത്. മൂത്രമൊഴിക്കാനും മാസ്ക് വേണം പോലും. എന്തോ ഒരു അവസ്ഥയാണ് ഇല്ലേ. എന്തായാലും റാഹത്തായി. കമ്മിറ്റിക്കാർക്കൊക്കെ സുഖമായി. കാരണം നിസ്കാരം ഇല്ലാത്തത് കൊണ്ടേ പള്ളി കൂടെ പൂട്ടിയിട്ടുണ്ട്. അവർക്ക് റാഹത്തായി. കാര്യം പറയല്ല കേട്ടാ, അവർക്ക് റാഹത്തായി. സെക്രട്ടറി ദേഷ്യപ്പെടല്ലേ, നിങ്ങളുടെ കാര്യമല്ല ഇത്, വേറെ ഒരുപാട് കൗമുകളുണ്ട്. അപ്പൊ അവർക്ക് റാഹത്തായി. പള്ളിയിൽ എത്ര പേര് ജുമാ തുടങ്ങിയിട്ട് ഇവർക്ക് ജുമാ തുടങ്ങാൻ വയ്യ. തുടങ്ങണ്ടെന്നാ പറയുന്നത്. എന്നാലോ കൊറോണ നൽകിയ പാഠം കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താ? ഇദാ ഹസബഹു അംറുൽ ഫസിഅ ഇലസ്സലാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്കോ മദീനയിലോ ആ നാട്ടിലോ ഒരു പ്രശ്നം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഒരു ദാരിദ്ര്യം വന്നാൽ, ഒരു മാരകമായ രോഗം വന്നാൽ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ മക്കളോട്, കുടുംബക്കാരോട്, നാട്ടുകാരോടും സഹാബത്തിനോടും പറയും, അമറഹും ബിസ്സലാ, അമറഹും ബിസ്സലാ, സല്ലൂ സല്ലൂ സല്ലൂ. ഇദാ അസാബത്തുഹും ഫാഖത്തുൻ, അവർക്ക് കഞ്ഞി കുടിക്കാൻ വഴിയില്ലാതെ വന്നാൽ, അവർക്ക് ഭക്ഷണം കിട്ടാതെ വന്നാൽ, അവർ ദാഹത്തിലും പരവേശത്തിലുമായി പോയാൽ അവരെല്ലാവരും നേരെ സഹാബാക്കളോട് പറയും, അമറഹും സല്ലൂ, നിങ്ങൾ നമസ്കരിക്കണേ, നമസ്കരിക്കണേ. നമസ്കാരത്തിലൂടെ ഏത് മാരക രോഗങ്ങളെയും അല്ലാഹു ഒഴിവാക്കി തരും. ഏത്
കടങ്ങളും അല്ലാഹു വീട്ടിത്തരും, ഏത് ഇടങ്ങേറും മുസീബത്തുകളും അല്ലാഹു ഉയർത്തിക്കളയും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഏത് പ്രയാസങ്ങൾ വന്നാലും നമറഹും ബിസ്സലാ, നമസ്കരിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെയും തന്റെ കുടുംബിനികളെയും കൽപ്പിച്ചത്. നമസ്കരിക്കും നമസ്കരിക്കും നമസ്കരിക്കും. ഇന്ന് നമ്മള് നിസ്കരിക്കാൻ വരരുത്, നിസ്കരിക്കാൻ വരരുത്, കൊറോണ കൊറോണ, നിസ്കരിക്കാൻ വരരുത്, കൊറോണ ഗോ കൊറോണ ഗോ, ഗോ കൊറോണ ഗോ ഗോ കൊറോണ, നിസ്കരിക്കാൻ വരരുതെന്നായി. അള്ളാന്റെ റസൂൽ പറഞ്ഞ എന്താ? ഈ ഇടങ്ങേറ് വന്ന നിസ്കരിക്കണം. സൂര്യഗ്രഹണം സംഭവിച്ച നബി തങ്ങൾ പള്ളിയിൽ പോയിട്ട് സുജൂദിൽ കിടക്കും. അവിടെ ക്ലിയറായി മാറുന്നത് വരെ സുജൂദിൽ കിടക്കും. അങ്ങനെ ദുആ ചെയ്യും. എഴുന്നേൽക്കുമ്പോൾ റാഹത്തായി, ശാന്തിയായി. നമ്മൾ ഈ മുസീബത്ത് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ മൊബൈൽ അളിയ എത്രയെന്ന് പറഞ്ഞാൽ അളിയ ഇത് നോക്കുന്നത് എന്തോ നോക്കി നോക്കി മടിപ്പിച്ച് അവസാനം മൊബൈൽ വേണ്ടെന്നായി. ജീവിതത്തിൽ ചക്ക തിന്നാത്തവൻ ചക്ക കൊണ്ട് ഫ്രൈ വരെ ഉണ്ടാക്കി അല്ലാഹുതആല. ഈ ചക്ക അത് നമുക്ക് പാടില്ല. അതൊക്കെ പാണ്ടിക്കാരന്മാർ കൊണ്ടുപോട്ടെ തന്നെ. അല്ലാഹുതആല ഇവനെ കൊണ്ട് തിരിച്ചു. ഉണക്കമീൻ കണ്ടാ ദേഷ്യം പിടുന്നവൻ ഉണക്കമീനിന് വേണ്ടി ദുആ ചെയ്യുവാൻ തഹജ്ജുദിന് എഴുന്നേറ്റ് അല്ലാഹു നാളെ 1 കിലോ ഉണക്കമീനെങ്കിലും കിട്ടണേ അടച്ചവനെ. ഉണക്കമീൻ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തവൻ ആഗ്രഹിച്ചില്ലേ? ഉണക്കമീനിന് വേണ്ടി ആഗ്രഹിച്ചില്ലേ? ഉണക്കമീൻ ആഗ്രഹിച്ചില്ലേ? സ്വന്തക്കാരെയും കുടുംബക്കാരനെയും കാണ്ട് ജീവിതത്തിൽ എപ്പോഴും വീട്ടിൽ വന്നിരുന്നാല് സ്വന്തക്കാരനും കുടുംബക്കാരനും ഒക്കെ വരുന്ന ഭണ്ഡാരകാല ഉമ്മാർ എന്നും ഇവിടെ തന്നെ വന്ന് ഇടങ്ങേറാണല്ലോ എന്ന് ഒരുത്തനും തിരിഞ്ഞു നോക്കാതെ വരുന്ന ആര്? ഭാര്യ അടക്കം. ഭാര്യ വേറെ റൂമിൽ, ഇയാൾ വേറെ റൂമിൽ. ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് പെട്ടിയായിട്ട് വരിക ഭർത്താവ്. ആ ഭർത്താവ് ഉണ്ടാക്കിയ വീട് വാതിലിൽ വന്ന് നിൽക്കുന്നു. സുബൈദ കേട്ട് യോ കൊറോണ ഗോ ഗോ, വരണ്ട പൊയ്ക്കോളാൻ. സ്വന്തം ഭർത്താവ് ഉണ്ടാക്കിയ വീട്, ആ ഭാര്യയും മക്കളും സൂയിക്കാണ്. ഇയാളെ അവിടുന്ന് വരികയാണ്. ആ വാതിൽ നിൽക്കുന്നു. തുറക്ക് സുബൈദ, ഗേറ്റ്. ഇക്ക എന്റെ പൊന്നിക്ക കേരളിക്ക, നിങ്ങൾ അവിടെ നിന്ന് വന്നല്ലേ, അവിടെ നിന്നെല്ലാം കൊറോണ ആയിട്ട് വന്നാൽ ദയവേദ അങ്ങ് പൊയ്ക്കോ ഇക്ക. നിങ്ങൾ എവിടെയെല്ലാം പോയി വെള്ളത്തിൽ കടന്നിട്ട് 1 മാസം കഴിഞ്ഞ് വന്നാൽ മതി. ഇൻഷാ അല്ലാഹ് മരിച്ചോ ഞാൻ മയ്യത്ത് നിസ്കരിച്ചോളാം ഇക്ക, അങ്ങ് പൊയ്ക്കോളൂ. പെട്ടിയോ? പെട്ടിക്കാതിരിക്കുന്ന സ്വന്തം നിനക്ക് 5 വളയും കൊണ്ട് അതവിടെ ഇട്ടാൽ 24 മണിക്കൂർ കഴിയുമ്പോൾ കൊറോണ പറഞ്ഞ എടുത്തോളാം ഇക്ക, അങ്ങ് പൊയ്ക്കോ. ആ പെട്ടിയോടെ വള നിനക്ക് 5 വളയുണ്ട്, കുലിസുണ്ട്, പാദസരുണ്ട്, അരിഞ്ഞാണമുണ്ട്, അലിക്കത്തി, വാല, ചിമിക്കി, ഇതെല്ലാം ഉണ്ട്. അതിനകത്ത് കൊറോണ അതിൽ പിടിക്കൂല. കൊറോണ സ്വർണ്ണത്തിൽ പിടിക്കൂല എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. ഇക്ക അതാ മതിലിന്റെ സൈഡിൽ വെച്ചിട്ട് ഇക്ക പോയിക്കോ, ഇക്ക പിള്ളേ വരല്ലേ പ്ലീസ്. സ്വന്തം ഭർത്താവിനെ ഓടിച്ചുവിട്ടില്ലേ? നമ്മൾ കണ്ടതല്ലേ ഇതൊക്കെ? കണ്ടല്ലേ? ഞാൻ വെറുതെ പറയണോ? ഇല്ല ഉസ്താദേ. എന്താ ഒരു ഭാര്യയും ഭർത്താവും നമ്മളുടെ ബന്ധം? എന്ത് ബന്ധമായത്? എന്ത് സ്നേഹമായത്? ഇതായിരുന്നോ ഭർത്താവ്? എന്നാൽ എന്റെ മടിയിൽ കിടന്ന് നീ മരിച്ചു, അതാണ് എന്റെ ഇഷ്ടം. മരിച്ചാൽ നമുക്ക് 2 പേർക്കും മരിക്കാം. അതല്ലേ ചിന്തിക്കേണ്ടത്? അതല്ലേ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം? അതല്ലേ ചിന്തിക്കേണ്ടത്? എത്ര വലിയ മാരകമായ രോഗങ്ങളെല്ലാം ലോകത്തുണ്ടായിട്ടുണ്ട്. എല്ലാവരും വിട്ടിട്ട് പോയോ? ഈ സമയത്തല്ലേ ഒരു രോഗം വരുമ്പോഴല്ലേ നമ്മൾ നമ്മുടെ ഭർത്താവിനെ നമ്മൾ പരിചരിക്കേണ്ടത്? ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഏറ്റവും വലിയ അനുഗ്രഹമായി പറഞ്ഞ ഒരു വാക്കെന്താണ് സഹോദരങ്ങളെ? ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തുഫിയ ഫീ ബൈതി വബൈന സഹരി വനഹരി വജഅല റീഖി വരീഖി. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹു എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് പറയട്ടെയോ? ആദരവായ ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് എന്റെ നെഞ്ചിൽ കിടന്നിട്ടാണ്. മാത്രമല്ല എന്റെ ഉമിനീരും എന്റെ തുപ്പുനീരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീരും അല്ലാഹു ഒരുമിപ്പിച്ച് യോജിപ്പിച്ചത് എനിക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കൊറോണയുടെ സമയത്ത് നമ്മളെങ്ങാണ് ഒന്ന് തുമ്മിയാൽ, ഭർത്താവിന്റെ മുന്നിൽ ഭാര്യ തുമ്മിയാൽ, ഭാര്യയുടെ മുന്നിൽ ഭർത്താവ് തുമ്മിയാൽ, ഈ പറയുമ്പം സെക്സാന്ന് പറയരുത്. ഗവൺമെന്റ് പറഞ്ഞ് നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടണം, പക്ഷെ ചുണ്ട് തമ്മി ഉമ്മ വയ്ക്കാൻ പാടില്ല. മാസ്ക് വെച്ചിട്ട് ബന്ധപ്പെടണത് എന്തൊരു പരിപാടിയാണ് പറഞ്ഞ കേട്ടായിരുന്നു നിങ്ങൾ? അങ്ങനെ പറഞ്ഞ ചിലപ്പോൾ അതിപ്പോ പറയുമ്പോൾ ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കും. ആ പ്രത്യേക എംബ്ലം തന്നെ വെച്ചു. ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ചുണ്ടും സ്പർശിക്കാൻ പാടില്ല ഭാര്യയും ഭർത്താവും. ഇടയ്ക്ക് ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് വെക്കണം. അത് ചൂടാക്കി വെച്ചാൽ ഏറ്റവും നല്ലതായിരുന്നു. പിന്നെ ഒരിക്കലും ചുംബിക്കണ്ടായിരുന്നല്ലോ. എന്താ തുപ്പല് ഉമിനീര് തമ്മിൽ അങ്ങോട്ട് കൊറോണ അതിൽ കൂടെ കയറി ഇതിലെ കൂടെ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു.
വേറെ ഒന്നും വരില്ല. നിബിധങ്ങൾ പറഞ്ഞ എന്താ? അപ്പൊ ഈ കൊറോണയുടെ സമയത്ത് ഈ കുട്ടികളൊക്കെ പ്രസവിക്കുമ്പോൾ തൊട്ടുകൊടുക്കലില്ല. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പം കൊറോണ. ഉസ്താദിന് തൊട്ടുകൊടുത്ത ഉസ്താദിന്റെ കൊറോണ അങ്ങനെ എൻ്റെ കുഞ്ഞിക്ക് പിടിച്ചാല് കൊറോണ മോളെന്ന് പേര് വരില്ലേ ഇനി ഭാവിയിൽ. തൊട്ടുകൊടുക്കൽ പരിപാടിയെ ഇല്ലാതായിപ്പോയി. കൊറോണ ഇപ്പോഴും കൊടുക്കുന്നില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു വീട്ടിൽ ഞാൻ പോയി, കുട്ടിക്കാരാ തൊട്ടെടുത്ത്, തൊട്ടൊന്നും കൊടുത്തില്ല, പാങ്ക് വിളിച്ചതേ ഉള്ളൂ, പിന്നെ സംസം വെള്ളം ഇച്ചിരി കൊടുത്തു. അതായത് ഈ തൊട്ട് കൊടുക്കാൻ കൊറോണ അല്ലേ, ഇപ്പൊ അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോന്ന്. എങ്ങനെയുണ്ട്? ആ സുന്നത്ത് പോയില്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി. ഇങ്ങനെയാണോ നമ്മളിങ്ങനെയാണ് ധരിക്കുന്നത്? ഈ കൊറോണ എന്ന് പറഞ്ഞ സംഭവം എന്നറിയോ? നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി, നമ്മളെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണിത്. ചുമ്മാ വെറുതെ പോയിട്ടൊന്ന് പരിശോധിച്ചിട്ട് കൊറോണ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. എത്ര പേര് അറ്റാക്ക് വന്ന് മരിച്ചു? ടാന്ന് മലന്നടിച്ച് അവിടെ പോയി പോസിറ്റീവാന്ന് പറയുമ്പോൾ ഇതാ കിടക്കുന്നു. മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാൻ കണ്ടതാണ്. ലണ്ടൻ ഈ കൊറോണ സമയത്ത് ലണ്ടനിൽ ഒരു അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പിന്നെ ഫുഡിൽ എന്തോ ചെറിയ പോയിസൺ ഉണ്ടായെന്ന് പറഞ്ഞു. ഒരു കുട്ടിയെ ഹോസ്പിറ്റലിലൂടെ വയറിന് എന്തോ വേദന. അങ്ങനെ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു, അത് നിങ്ങൾ എന്താ കഴിച്ചത്? നോക്കുമ്പോൾ വേറെ അസുഖമൊന്നുമില്ല. രാവിലെ എന്താ കഴിച്ചത്? ഡോക്ടർ എഴുതി രാവിലെ കഴിച്ചത് ബർഗർ. 64 കുട്ടികളുണ്ടായിരുന്നു. ബർഗർ കഴിച്ചത് കൊണ്ടായി സംഭവിച്ചു എന്ന് പറഞ്ഞു. വേറെ ഒന്നും അസുഖമൊന്നുമില്ല. ഡോക്ടർ എഴുതി ബർഗർ കഴിച്ചാൽ അതല്ല, വേറെ മാർഗമൊന്നുമില്ലല്ലോ. കുട്ടി ICUവിൽ കിടക്കുകയാണ്. അപ്പൊ അതുവരെയ്ക്കും ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഉച്ചവരെയായിട്ട് കുഴപ്പമില്ല. ഉച്ചയായപ്പോൾ ആരോ പറഞ്ഞു ആ കുട്ടി സുഖമില്ലാതായത് ബർഗർ കഴിച്ചിട്ടാണ്. രാവിലത്തെ ഇവിടുത്തെ നാസ്ത ബർഗർ ആയിരുന്നു. ഈ 64 കുട്ടികൾ ഛർദ്ദിക്കാൻ തുടങ്ങി. അതിലെ 4 കുട്ടികൾ അറ്റാക്ക് വന്നു വീണു. യഥാർത്ഥത്തിൽ അങ്ങനെ ഇല്ല, ഒരു കുഴപ്പമില്ല. എന്നാൽ അതിൽ നിന്ന് 1-2 കുട്ടികൾ വീട്ടിലേക്ക് പോയിരുന്നു. അവർക്ക് ഒരു പ്രശ്നമില്ല, കാരണം അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഈ ബർഗറിൽ നിന്നാണ് നിങ്ങൾക്ക് രോഗം വന്നതെന്നും, അതുകൊണ്ടാണ് ആ കുട്ടി അറ്റാക്ക് വന്നതെന്നും, അതുകൊണ്ടാണ് ആ കുട്ടി ICUവിൽ കിടന്നതെന്നും, അതുകൊണ്ടാണ് ഇവർ മരിച്ചതെന്നും, അതുകൊണ്ടാണ് ഇവർ ഛർദ്ദിച്ചതെന്നും ഇതൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കാണ് ബാക്കിയുള്ളവർക്ക് പ്രശ്നമായത്. അതുവരെയ്ക്കും ആർക്കും ഒന്നും അറിഞ്ഞില്ലായിരുന്നു. ഇതൊരു ഹിക്മത്താണ്. ഇപ്പൊ കൊറോണ എന്ന് നമ്മൾ അറിഞ്ഞപ്പോ എത്ര പേര് അറ്റാക്ക് വന്നത്, എത്ര പേര് ആത്മഹത്യ ചെയ്തു? മണ്ടന്മാരെ, എന്നാ കൊറോണ വന്ന് നീ അങ്ങനെ ചാവ്, നീ ആത്മഹത്യ ചെയ്യാതെ. എത്ര പേര് ആത്മഹത്യ ചെയ്തു കൊറോണ എന്ന് പറഞ്ഞ് പേടിച്ചിട്ട്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മളെ ഇടങ്ങേറാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഒരു പറ്റം കോർപ്പറേറ്റുകളുടെ ഒരു പരിപാടികളാണ് ഇതെല്ലാം. ഇതിപ്പോ എത്ര വിറ്റു? ആർക്കും വേണ്ട സംഭവിച്ചാടെ മാസ്ക് എത്ര വിറ്റു? എത്ര പേരെ അതിന്റെ കച്ചവടം നടത്തി? എത്ര പേരാ നമ്മൾ സൂക്ഷിച്ച് മേടിച്ച് വെച്ചിരുന്നത്? നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകർന്നു പോയി. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ. എത്ര മയ്യത്തുകളാണ് കുളിപ്പിക്കാൻ പറ്റാതെ, എത്ര മയ്യത്തുകളാണ് നമസ്കരിപ്പിക്കാൻ പറ്റാതെ അടക്കം ചെയ്തത്? എന്നാലോചിച്ച് നോക്കി. എത്ര മയ്യത്തുകളാണ്. മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. സ്വന്തം കൈ കൊണ്ടുപോലും തൊടാനോ എടുക്കാനോ പറ്റാത്തത്. ഇന്നും നിങ്ങൾ തിരുവനന്തപുരത്ത് വരീൻ, 64 കൊറോണ മയ്യത്ത് സ്വന്തം കൈ കൊണ്ട് കുളിപ്പിച്ചിട്ട് ഈ തിരുവനന്തപുരത്ത് പലർക്കും കൊറോണ വന്നിട്ടുണ്ട്. വരാത്ത ഒരാളിനെ ഞാൻ കാണിച്ചു തരാം. തിരുവനന്തപുരത്ത് ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ 64 കൊറോണ മയ്യത്ത് അയാൾ സ്വന്തമായിട്ട് കുളിപ്പിച്ചു. അയാൾ കയ്യിലൊന്നും സിനാപ്പി ഒന്നും ഇട്ടിട്ടൊന്നുമില്ല, കുളിപ്പിച്ചു. നമുക്ക് ആ പേടിയാ, പാമ്പ് കടിച്ചാൽ ചാവൂല. പാമ്പ് കടിച്ചു നമ്മളങ്ങനെ അറിഞ്ഞാൽ പോയി സംഭവം ഔട്ടായി. നമ്മളെ കടിച്ച് ചിലപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോ എന്തോ ഒന്ന് കടിച്ചു, എന്തോ ഒന്ന് കടിച്ചു. പാമ്പാ കടിച്ചത് സംഭവം. മൂർഖനായിരിക്കും കടിച്ചത്. അറിയാതെ വീട്ടിൽ പോയി നോക്കുമ്പോൾ ചെറുതായിട്ട് ചോര വരുന്നത്. എന്തോ ഒന്ന് കടിച്ചാൽ ഇപ്പൊ വീട്ടിൽ ഉമ്മ പറയും അത് വല്ല എലിയോ അല്ലെങ്കിൽ മുള്ളു വല്ലതും കൊണ്ടതായിരിക്കും. എന്നാ റാഹത്തായിട്ട് മിണ്ടാണ്ടിരിക്കും. വേണ്ട എവനെങ്കിലും വന്ന് ആ പള്ളിയുടെ പരിസരം തന്നു, അവിടെ ഒരു മൂർഖനെ ഞാൻ ഇന്നലെ കണ്ട്, അതായിരിക്കും സംഭവം. എന്നെ കടിക്കാം. തീർന്ന അയാളുടെ വഴി അപ്പളെ തീർന്നു. പിന്നെ അടുത്ത കവർ വെട്ടിയാണ്. ഇതാണ് മനുഷ്യൻ ടെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രോഗം വരുമ്പോൾ ഡോക്ടർ നേരിട്ട് ബൈസ്റ്റാൻഡിനെ വിളിക്കുന്നത്. രോഗിയോട് പറയൂല, ബൈസ്റ്റാൻഡിനെ വിളിച്ചിട്ട് പറയും ആ മുഴുവൻ പാവം ക്യാൻസറായി പോയി, നിങ്ങൾ ഇനി ആരെങ്കിലൊക്കെ അറിയിക്കണം, അത് ആവശ്യമുള്ളതെല്ലാം കൊടുത്തോളി, അങ്ങനെ അങ്ങ് പോട്ടെ. അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചാൽ എന്താ പറഞ്ഞത്? ഇല്ല, അസുഖമൊന്നുമില്ല, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കാനാ വീട്ടിൽ പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. അയാള് പിന്നെയും 10 വർഷം ജീവിക്കും. എനിക്കറിയാവുന്ന എത്ര സംഭവങ്ങളുണ്ട്. 10 വർഷം പിന്നെയും ജീവിക്കും. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഒരു മനക്കരുത്തി എപ്പോഴും നമുക്ക് വേണം. നമ്മൾ എപ്പോഴും അള്ളാഹുവിലേക്ക്, നമ്മൾ എന്ത് പ്രശ്നം വന്നാലും വിധങ്ങൾ നിസ്കരിച്ച് സുജൂദ് ചെയ്ത് ദുആ ചെയ്ത് നമുക്കതിന് പരിഹാരമില്ലേ? നമുക്ക് പരിഹാരമില്ലേ? നമ്മൾ ദുആ ചെയ്തുകൂടെ? ദുആ ചെയ്ത് നമുക്ക് പരിഹരിക്കാമല്ലോ. ഇത് ഇന്നുകളിൽ അല്ലല്ലോ ഈ മുസീബത്തിൽ ഇറങ്ങാൻ തുടങ്ങിയത്. മദീനയിൽ ഇറങ്ങാം, മദീനയിലും മക്കയിലും ഇറങ്ങൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വബാ താഊന് വരൂല എന്ന് പഠിപ്പിക്കുമ്പോൾ ഓർക്കണം, ഇത് ആ കാലഘട്ടത്തിൽ ഇതുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിക്കൂടെ?
അതുകൊണ്ടല്ലേ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ദുആയിൽ തന്നെ മിനൽ വബാഇ വത്താഊനി എന്നൊക്കെ പണ്ട് മഹാന്മാരൊക്കെ ദുആ ഉണ്ടാക്കി വെച്ചത് എന്താ? ഇങ്ങനെയൊക്കെ ഉള്ള സംഭവം പണ്ടേ ഉണ്ടായിരുന്നു. ഇന്നും നമ്മൾ അത് ഓതി ദുആ ചെയ്യുന്നു അല്ലേ? നമ്മൾ ദുആ ചെയ്യുന്നു മിനൽ വബാഇ വത്താഊൻ എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ട ബാധ്യത എന്താണ്? നമ്മൾ ചെയ്യേണ്ട ബാധ്യത എന്താ? നമസ്കാരം കഴിഞ്ഞ് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് നമ്മൾ ചോദിച്ചിട്ടില്ല. കേട്ടോ ഹദീസ്. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സല്ലല്ലാഹു അൽ അഫ്വ വൽ ആഫിയ. നിങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിനോട് ആഫിയത്തിന് വേണ്ടി ചോദിക്കണേ. ആരോഗ്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കണമെന്ന്. നമ്മൾ ആരോഗ്യം ചോദിക്കുന്ന എപ്പോഴാ? ഐസിയുല് വാപ്പ കിടക്കുമ്പോ കത്തെഴുതിയിട്ട് പള്ളിയിലെ ഉസ്താദിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കും. ഉസ്താദേ, എന്റെ വാപ്പ ഐസിയുലാണ്, ദുആ ചെയ്യണേ ഉസ്താദേ. ഉസ്താദേ, എനിക്ക് ചെറിയൊരു നെഞ്ചുവേദന, ഞാൻ ഓപ്പറേഷന് പോവാണ്, ദുആ ചെയ്യണേ ഉസ്താദേ. ഉസ്താദേ, എന്റെ ശരീരത്തിന് വല്ലാത്ത ഒരു വേദന ഒരിക്കലും മാറുന്നില്ല, ഒന്ന് ദുആ ചെയ്യണേ ഉസ്താദേ. ഒരു രോഗം വരുമ്പോഴാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അത് വരുന്നതിന് മുമ്പേ അതിന്റെ മാസ്ക് ആണ്, അതിന്റെ സാനിറ്റൈസർ ആണ് ദുആ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ആരോഗ്യവാനായിരിക്കുമ്പോ, ആരോഗ്യ ദൃഢഗാത്രനായിരിക്കുമ്പോ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ? നിസ്കാരം കഴിഞ്ഞോണ്ട് എന്റെ കടം മാറണേ അല്ലാ, എന്റെ വീടിന്റെ വാലുകാഴ്ച എളുപ്പം നടക്കണേ അല്ലാ, എന്റെ കുട്ടിയുടെ അഡ്മിഷൻ കിട്ടണേ അല്ലാ, എന്റെ മോളെ പരീക്ഷയിൽ ജയിപ്പിക്കണേ അല്ലാ, എന്റെ ഭാര്യയുടെ പ്രസവം എളുപ്പമാക്കണേ അല്ലാ, ഒരു രണ്ടാൺകുട്ടി ഒരുമിച്ച് തരണേ അല്ലാ, പടച്ചവനെ. ഇതൊക്കെയല്ലേ നമ്മുടെ ദുആ? ചാകര തരണേ അല്ലാ, നല്ല കച്ചവടം തരണേ, ഇതൊക്കെയല്ലേ നമ്മുടെ ദുആ? അല്ലാഹു എന്റെ ശരീരത്തിന് നീ ആഫിയത്ത്, ആരോഗ്യം തരണേ അല്ലാ, എന്റെ ശരീരത്തിന് ആഫിയത്ത് തരണേ അല്ലാ. എത്ര പേര് ദുആ ചെയ്യുന്നുണ്ട്? എന്നാൽ ആദ്യം ചെയ്യേണ്ടത് അതാ. തയ്യാറുണ്ടോ? ചിന്തിക്കുന്നില്ല അതിനെക്കുറിച്ച്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മുൻകരുതൽ, നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ആദ്യം ദുആ ചെയ്യണം. സല്ലല്ലാഹു അൽ അഫ്വ വൽ ആഫിയ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, ആഫിനി ഫീ സമഇ, ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിന്, എന്റെ കണ്ണിന്, എന്റെ കാതിന്, എന്റെ അവയവങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ. നീ അല്ലാതെ ആരുമില്ല അല്ലാ, ആഫിയത്ത് നൽകാൻ ആരുമില്ല അല്ലാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ദുആയാണ്, സഹാബാക്കളോട് പഠിപ്പിച്ചു കൊടുത്തതുമാണ്. ഞാനും നിങ്ങളും അത് വിട്ടുപോയതാണ് ഈ രോഗം നമ്മളെ പിടികൂടാൻ കാരണം. പക്ഷെ നമ്മൾ നിസ്കാരത്തിൽ അല്ലാഹു തആല അത് ചേർക്കുന്നുണ്ട്. നമ്മൾ നിസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ അതിനെ കൊണ്ട് ഗൗരവം അറിയുന്നില്ല. റബ്ബി ഗുഫ്ർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എനിക്ക് ആഫിയത്താണ്. നിസ്കരിച്ചിട്ട് വേണ്ട ആഫിയത്തിന് ചോദിക്കാൻ. നിസ്കാരമില്ലാത്തവൻ എപ്പോഴാണ് ഇത് ചോദിക്കുക? നിസ്കാരത്തിൽ വേണ്ട ഇത് ചോദിക്കാൻ. നിസ്കാരത്തിൽ ചോദിക്കുമ്പോൾ അള്ളാഹുവായിട്ടുള്ള മുനാജാത്താണ്. ആഫിയത്ത് ആഫിയത്ത് എന്നാ ചോദിക്കുന്നത്. അല്ലാതെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോഴല്ല ആഫിയത്ത് ചോദിക്കേണ്ടത്. ഈ ആരോഗ്യം ഉള്ളപ്പോൾ ഈ ആഫിയത്ത് നിലനിർത്താൻ ദുആ ചെയ്യണം പടച്ചവനോട്. സുബഹി നിസ്കരിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം. അതല്ലാതെ ഹൈവേ റോഡിൽ കൂടെ താഹക്ക് എവിടെ പോവാ? മിണ്ടല്ലോ, ഇപ്പൊ മിണ്ടാൻ പാടില്ല. ഡോക്ടർ പറഞ്ഞു 6 മണിക്കൂർ കഴിഞ്ഞ് മിണ്ടാവുന്ന പറഞ്ഞത്. ഇത് തന്നെ ഇയാളുടെ പരിപാടി. രാവിലെ ഇതിലെ കൂടെ പോകുന്ന കാണാം. 3 ദിവസം കഴിഞ്ഞ ആളെ കാണുന്നില്ല. ഒക്കെ നമ്മളിൽ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിന് ഇതിലെ കൂടെ ഇങ്ങനെ പോകുന്ന കൈയൊക്കെ വീട്ടി. ഈ അറിഞ്ഞില്ല നീ സംഭവം? രാവിലെ മീൻ വണ്ടി തട്ടി ആൾ മരിച്ചു പോയെന്ന്. പാവം. കുറച്ച് നാളിലൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇയാൾ ഇങ്ങനെ ഓടിയത്. കഷ്ടം. എന്താ ഓട്ടം ഓടിയത്? കുറച്ചാളുടെ ഓടാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓടിയതാണ്. കുറച്ച് അവസാനം എന്താ സംഭവിച്ചത്? പത്രം വന്ന് പ്രഭാത സവാരിക്കിടെ വണ്ടി തട്ടി മരിച്ചു. സൈനുദ്ദീൻ 69 വയസ്സാ കിടക്കുന്നു. സംഭവം ശരിയല്ലേ? അവിടെ ഇച്ചിരി ഒഴിഞ്ഞ സ്ഥലത്തിലൊക്കെ പോയിട്ട് നിങ്ങൾ നടക്കുമ്പോൾ രാവിലെ മീൻ കച്ചവടക്കാരന്മാരെ മീൻ കൃത്യസമയത്ത് കൊണ്ട് എത്തിക്കാൻ വേണ്ടി ആവുമ്പോൾ സക്രാത്ത് ഹാലിലാണ് ഓടുന്നത്. ജിബിരിയിൽ പോലും ഇങ്ങനെ ഓടൂല. അപ്പോൾ അതിനനുസരിച്ചുള്ള പോക്കിൽ നമ്മളെങ്ങാനും ഇവങ്ങ എക്സർസൈസ് ചെയ്യാൻ പോകുന്ന ആളാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കിബില തെറ്റിയായിരിക്കും, പിന്നെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പോയി കിടക്കുക. അപ്പം അതുകൊണ്ട് മിണ്ടാതെ നിങ്ങൾ കടപ്പുറത്ത് പോയിട്ട് ഓടി. രാവിലെ കുറച്ച് ഏറ്റവും നല്ലത് രാവിലെ വീട്ടിൽ നിന്ന് ഒന്നുവെടുത്തിട്ട് സുബൈക്ക് നടന്ന് പള്ളിയിലേക്ക് പോകാം. ബെസ്റ്റ്.
നിങ്ങൾ രാത്രി നിങ്ങൾ നടന്ന് പള്ളിയിലേക്ക് വരുന്നവർക്ക് നാളെ ഏറ്റവും വലിയ പ്രകാശം കൊണ്ട് അവർക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നു. അത് പള്ളിയിലേക്ക് നിങ്ങൾ ഒതുവെടുത്തിട്ട് വാ. രാവിലെ റഹ്മത്ത് ഓരോ ചുവട് വെക്കുന്നതോടും 10 നന്മ, 10 തിന്മ ഡിലീറ്റ്, 10 നന്മ ATM-ല്, 10 തിന്മ ഡിലീറ്റ്, 10 തിന്മ ATM-ല്, നന്മ ATM-ല്. ഇങ്ങനെ വരികയാണ് അല്ലാഹു തആല. എത്ര എളുപ്പമുണ്ട്. ഒതുവെടുത്തിട്ട് വീട്ടിൽ നിന്ന് വരണം. അവിടെ വീട്ടിൽ ബാത്റൂമിൽ പോകുന്നവരും പള്ളിയില്ല. പെട്ടെന്ന് ചാടി പിടിച്ച് ഇവിടെ വന്നിട്ടാണ് ബാത്റൂം. അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം തീർന്ന നിസ്കാരം. അതുകൊണ്ട് നേരത്തെ എഴുന്നേക്കണം. തഹജ്ജുദ് എഴുന്നേക്കണം. 4:30 എഴുന്നേക്കണം. അരമണിക്കൂർ നേരത്തെ എഴുന്നേക്കണം. എഴുന്നേറ്റ് ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയണം. രാത്രി അള്ളാഹുമായിട്ടുള്ള ഒരു മുനാജാത്ത് ഒറ്റയ്ക്ക് നല്ല സുഖമാണ്, റാഹത്താണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ അങ്ങോട്ട് പറ. ആഫിയത്തോണ്ട് ദുആ ചെയ്യ്. പൊട്ടിക്കര സുജൂദിൽ കിടക്ക്. 2 റക്അത്ത് ആജിദ് സ്കെച്ചിൽ പറ. നീ ആഫിയത്ത് തരണേ, നെഞ്ചുവേദന മാറ്റി തരണേ, മുട്ടുവേദന മാറ്റി തരണേ അല്ലാ, നടുവേദന മാറ്റി തരണേ അല്ലാ. പൊട്ടിക്കരഞ്ഞൊന്ന് പറഞ്ഞു നോക്ക്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനോട് നമസ്കാരത്തിലൂടെ ക്ഷമയോടുകൂടി അല്ലാഹുവിനോട് നിങ്ങൾ സഹായം തേടണേ. തീർച്ചയായും ക്ഷമ അവലംബിക്കുന്നവനോടൊപ്പമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ ആരോഗ്യം അവൻ ഏറ്റെടുക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് നമസ്കാരത്തിലൂടെ സഹായം തേടണേ. പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദാരിദ്ര്യങ്ങളോ കടങ്ങളോ നേരിട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ നേരെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമത്രേ. അതിലൂടെയാണ് അവരുടെ രക്ഷ, അതിലൂടെ നമുക്ക് സഹായം. എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് വൃത്തിയായി കുളിച്ച് റെഡിയായി കൈകാലുകളൊക്കെ കഴുകി റാഹത്തായിട്ടല്ലേ പള്ളിയിൽ പോകണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പല്ല് തേച്ചിട്ട് സുബൈക്ക് പോകണം പള്ളിയിൽ. അല്ലാതെ അങ്ങനെ സഫി പോയതുകൊണ്ട് വാ തുറന്നാൽ അടുത്ത ആൾ അറ്റാക്ക് വന്ന് കൊറോണ. ഇത് കൊറോണ അല്ല, അതിനേക്കാളും വലിയ ഒരു വായുവാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് രാത്രി ഉറക്കൽ എഴുന്നേറ്റാൽ പല്ല് തേക്കണമെന്ന് ഇസ്ലാമാ പഠിപ്പിച്ചത്. മൂത്രം ഒഴിച്ചാൽ കഴുകണമെന്ന് ഇസ്ലാമാ പഠിപ്പിച്ചത്. നിന്ന് പെടുക്കരുതെന്ന് ഇസ്ലാമാ പഠിപ്പിച്ചത്. കൈ കഴുകാതെ പാത്രത്തിൽ കൈയിടല്ലേ എന്ന് ഇസ്ലാമാ പഠിപ്പിച്ചത്. വെള്ളം കുടിക്കണേന്ന് ഇസ്ലാം പഠിപ്പിച്ചു. രാവിലെ നിങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ വെറും വയറ്റില് ഈ തേൻ ഒഴിച്ച് വെള്ളം തേനകത്ത് കലർത്തി കഴിക്കണം. നബി തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ പുതിയ കണ്ടുപിടുത്ത തേൻ, കരിഞ്ജീരകവും തേനും കൊറോണയ്ക്ക് നല്ലതാണ്, ചുമയ്ക്ക് നല്ലതാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫിൽ ഹബ്ബത്തി സൗദാഇ ശിഫാഉം മിൻ കുല്ലി ദാ ഇല്ലൽ മൗത്ത്. മരണമൊഴിച്ച് എല്ലാ രോഗത്തിനും കരിഞ്ജീരകത്തിൽ ശിഫയുണ്ട്. നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ ശാസ്ത്രം കണ്ടുപിടിച്ചു കരിഞ്ജീരകത്തിൽ എല്ലാ രോഗത്തിനും ശിഫയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡോക്ടർ മുഹമ്മദ് എന്നില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വലിയ വിലയില്ല. ഡോക്ടർ മുഹമ്മദ് MA MD MBS MD CH ഒന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ വിലയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ ഇന്നത്തെ ഡോക്ടർമാർ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നത് കരിഞ്ജീരകത്തിൽ ശിഫയുണ്ട്, തേനിൽ ശിഫയുണ്ട്. വഫീഹി ശിഫാഉൽ ലിന്നാസ്. തേനിൽ ശിഫയുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ. വിശ്വസിച്ചൂടെ? 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 തേന് കഴിക്കും. രാവിലെ നിങ്ങൾ ഒരു സ്പൂണ് തേനെടുത്ത് വെള്ളത്തിൽ ഒഴിച്ചിട്ട് നല്ല ശുദ്ധമായ വെള്ളത്തിൽ കലക്കിയിട്ട് വെറും വയറ്റിൽ കുടിക്കണം. രാവിലെയും രാത്രിയും നിങ്ങൾ കുടിച്ചിട്ട് കിടക്കണം. ഖുർആനും അതീതല്ലേ. വയറ്റിന്റെ രോഗം എല്ലാം മാറിക്കിട്ടും. പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിക്കാൻ കൊറോണയ്ക്ക് മരുന്നില്ല എന്ന് പറയരുത്. എല്ലാ എബോളയ്ക്ക് മരുന്നില്ല എന്ന് പറയരുത്. എയ്ഡ്സിന് മരുന്നില്ല എന്ന് പറയരുത്. സത്യവിശ്വാസികൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ അൻസലല്ലാഹു ദാ. ഏതൊരു രോഗമാണോ അല്ലാഹു ഭൂമിയിൽ ഇറക്കുന്നത്, ഇല്ലാ അൻസലല്ലാഹു ദവാ. ആ രോഗത്തിന് പരിഹാരമായി മരുന്നും അല്ലാഹു ഇറക്കാതെ ഇല്ല. രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മരുന്നും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. ഇത് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണ്. രോഗത്തിന് കൊറോണയ്ക്ക് മരുന്നില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം അടിച്ചു പോകും. ഇതിപ്പോ കൊറോണ വന്ന ഭൂരിഭാഗം പേര് ഇവിടെ ഇരിക്കുന്നവർ കൊറോണ വന്നവരായിരിക്കും. കൊറോണയ്ക്ക് മരുന്നില്ല, നിങ്ങൾ രക്ഷപ്പെടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുമോ? ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കേണ്ടി വന്നേനെ. മഗ്ഫിറത്ത് അല്ലാഹുവേ, ആ കൊറോണ പിടിച്ച് മരിച്ച ഞങ്ങളുടെ പുറക്കാട്ടുകാർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ ദുആ ഇരുന്നേ. ഇവിടെ മതപ്രസംഗം നടക്കൂല. കാരണം പ്രസംഗിക്കാൻ കേൾക്കാൻ ആളില്ലല്ലോ.
ഷിയാക്കന്മാർ വലിച്ചു പോയി എത്രയോ പേര്. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അള്ളാഹു അവരുടെ ഖബർ സന്തോഷം കൊടുത്ത ഒരു ശുഹദാക്കളുടെ പട്ടികയിൽ അള്ളാഹു തആല അവരെ ഉയർപ്പെടുത്തുമാർ. ശുഹദാക്കളുടെ നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ, ഉസ്താദ്മാർ, വലിയ വലിയ മഹാന്മാർ, പണ്ഡിതന്മാരെല്ലാം മരണപ്പെട്ടു. ശുഹദാക്കളുടെ പട്ടികയിൽ അള്ളാഹു. കാരണം വബാഹ് താഊന് വന്ന് മരണപ്പെട്ടാൽ അവർക്ക് ഷഹീദിന്റെ കൂലിയാണെന്നാണ്. പേടിക്കേണ്ട കാര്യമില്ല, ഷഹീദിന്റെ കൂലിയാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആരെയും കുളിപ്പിക്കേണ്ടത്. ഷഹീദിങ്ങളെ കുളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, ശുഹദാക്കളെ കുളിപ്പിക്കേണ്ടല്ലോ. അത് ഒരു ഹിക്മത്താണ്. ശുഹദാക്കളെ കുളിപ്പിക്കേണ്ട കാര്യമില്ല, നേരെ കൊണ്ടങ്ങ് അടയ്ക്കാൻ മതി. അപ്പൊ ഇവർ വബാഹ് താഊന് വന്ന് മരണപ്പെട്ട ഒരു ഷഹീദാണ്. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ ഇവരെയും കൊണ്ടുപോയി അടക്കി. മയ്യത്ത് നിസ്കാരം വേണം. നമുക്കും അവർക്ക് നിസ്കരിപ്പിക്കാൻ പറ്റില്ല. ദൂരെയൊക്കെ എത്ര ആംബുലൻസിനെ ആ മയ്യത്ത് നിസ്കരിപ്പിച്ചെന്നറിയാമോ നമ്മള്? ആംബുലൻസ് അവിടെ കൊണ്ട് നിർത്തും, അങ്ങോട്ട് നോക്കി അല്ലാഹു അക്ബർ. ആംബുലൻസിന് എത്ര മയ്യത്ത് നിസ്കരിക്കപ്പെട്ട ആംബുലൻസ് അതിലേക്കൂടെ പോകുന്നത്. കാരണം എങ്ങനെ തൊടാൻ സമ്മതിക്കണ്ട പയ്യന്മാർ, തൊടാനും സമ്മതിക്കില്ലൊന്നുമില്ല. 2 ചാക്ക് ബ്ലീച്ചിങ് പൗഡർ അല്ലേ ഇടുന്ന ഒരു മയ്യത്തിന്റെ മുകളിൽ. കഷ്ടം, പാവം. ഇപ്പൊ വന്ന് ഇപ്പൊ കൊറോണ പിടിച്ചവൻ്റെ അടുത്ത് പോയിരിക്കാം, തടവാം, കുളിപ്പിക്കാം, മൂക്കി കൈയിടാം, മണപ്പിക്കാം, മുത്താം, ചുംബിക്കാം, എല്ലാം ഇപ്പൊ ജായിസായി, ഹലാലായി. ആദ്യം ഇതെല്ലാം ഹറാമായിരുന്നു, ഇതിപ്പോ എല്ലാം ഹലാലായി. ഇപ്പൊ 6 അടി മണ്ണ് മതി, ഇപ്പൊ 10 അടി ഒന്നും വേണ്ട. ഇപ്പൊ ഭർത്താവിനെ ചികിത്സിക്കാം. ഭർത്താവിന് ഭാര്യയ്ക്ക് കൊറോണ വന്നാലും ഭാര്യയ്ക്ക് ഭർത്താവിന് കൊറോണ വന്നാലും ചികിത്സിക്കാൻ കുഴപ്പമില്ല. അന്ന് പാടില്ല. പഠിച്ചവനെ പാവം, എത്ര പേരാ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും പറ്റാതെ ഒരവസ്ഥയെ ഒന്ന് ആലോചിച്ചു. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ മനുഷ്യൻ ദുർബലനാണ് എന്നതിൽ നമുക്ക് മനസ്സിലാവണം, അല്ലേ? അള്ളാഹു തആല ഇതിൽ നമുക്ക് നൽകിയ ഒരു പാഠം, മനുഷ്യൻ ദുർബലനാണ് കേട്ടോ, ദുർബലനാണ്. ഭൂമിയിൽ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല എന്നും, നീ നിരാശ്രയായ നിന്നെ കൊണ്ട് ഒരു കാര്യവും ഇവിടെ ചെയ്തു തീർക്കാൻ കഴിയില്ല എന്നും പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കിയത് നമ്മൾ നേരിൽ കണ്ടത് കൊറോണയുടെ കാലഘട്ടത്തിലാണ്. മനുഷ്യൻ ആ മയ്യത്ത് തൊടുന്നില്ല, JCB കൊണ്ടുവന്ന് തള്ളുകയാണ്. എന്നാൽ മനുഷ്യനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? വലഖദ് കറംനാ ബനീ ആദം وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വ്യക്തിയെ കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലൻ യതൂഫു ബിൽ കഅബ وهو يقول ما أطيبك وأطيب رائحتك لما غفرت لي وما أعظمك وأعظم حرمتك لما غفرت لي. ഒരു സാധുവായ സ്വഹാബി ആ കഅബയുടെ ഖില്ല പിടിച്ചിട്ട് പറയുകയാണ്, കഅബേ, നിനക്ക് എത്രത്തോളം ഹുർമത്താണുള്ളത്, നീ എത്രത്തോളം സുന്ദരിയാണ്, എത്രത്തോളം മണമാണ്, എത്രത്തോളം രസമാണ്, എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ കഅബേ. അതുകൊണ്ട് ഈ കഅബയുടെ ഹുർമത്ത് കൊണ്ട് എനിക്ക് എന്റെ പാപം നീ പൊറുക്കണേ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയെ വിളിച്ചിട്ട് പറയുകയാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഹുർമത്തുൽ മുഅ്മിനി ഖൈറും മിൻ ഹുർമത്തി ഹാദൽ ബൈത്ത്. ഓർക്കണേ, ഒരു മനുഷ്യൻ അല്ലാഹു തആല അവന്റെ ശരീരത്തിൽ ചെയ്തിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്, ഹുർമത്ത് എന്ന് പറയുന്നത് ഈ കഅബയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. ഹുർമത്ത്, അതാണ് നമ്മൾ അവരുടെ ഹുർമത്ത് കൊണ്ടെന്ന് നമ്മൾ ദുആ ചെയ്യുന്നത്. അതിന്റെ ഹുർമത്തിന്, ശരീരത്തിന് നമ്മുടെ ഹുർമത്തിന് വിലയുണ്ടെന്നുള്ളതിന്റെ കാരണം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയേക്കാൾ ഹുർമത്താണ് ശരീരത്തിന്. സമയം 2 മണിക്കൂർ ആകില്ലല്ലോ, 9:30 വരെയുള്ളോ? 9:30 കഴിഞ്ഞ് പെണ്ണുങ്ങൾക്ക് സീരിയൽ കാണണം, ആ കാര്യം മറന്നുപോയി. ഈ വാത് കഴിഞ്ഞിട്ട് വീട്ടിലൊരു വാതുണ്ട് അവർക്ക്. വാതിലൊക്കെ മീഡിയാമാർ അറിയുന്നത് നിങ്ങൾക്കുള്ള അതൊക്കെ ഇതൊക്കെ അങ്ങള് കേട്ട അയാൾ യൂട്യൂബിൽ എന്നും വാത് കേട്ടത്. വാത് കേട്ടിട്ട് നന്നാവുകയാണെങ്കിൽ മൈക്കാരൻ നന്നാവണം. കാരണം ഫുൾ ടൈം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുന്നവരോ വാത്
മൈക്കുകാരും യൂട്യൂബുകാരന്മാരും ഇമാർ രണ്ടുപേരും നന്നായിട്ടില്ല. പിന്നെ ആര് കേൾക്കാനായി വാദം? പിന്നെ നമുക്ക് ചുമ്മാ ഇങ്ങനെ ഒരു പരിചയം അല്ലേ, പണ്ട് നമ്മള് പുറക്കാട് വന്നൊക്കെ പ്രസംഗിച്ചൊക്കെ പോയതാണല്ലോ. അപ്പൊ ഇനി ഇങ്ങനെ ഒരു പരിചയം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗുണം. അപ്പൊ അങ്ങനെ ഒരു ഹൈറായി അൽഹംദുലില്ലാ. അപ്പൊ ഇത് ഇതൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഇതൊക്കെ എടുത്താ സ്ഥലമൊക്കെ ഗവൺമെന്റ് കൊണ്ടുപോയാ ഇനി അടുത്ത പ്രാവശ്യം വാത് പറയാൻ സ്ഥലമൊന്നും ഇല്ലേ? അപ്പൊ കോടിക്കണക്കിന് കിട്ടിക്കാണുമല്ലോ. മദ്രസ ഹൈടെക് മദ്രസ പണിഞ്ഞോ, നല്ലതാ, നല്ല ഡിജിറ്റൽ മദ്രസ അല്ലേ. പള്ളിയൊക്കെ പൊളിച്ചു പണിയാൻ പോവാന്നോ? ഉണ്ട്. അൽഹംദുലില്ലാ എല്ലാം പണിഞ്ഞോ, നല്ല പുതിയ കുളം. അതല്ല അവിടെ കുളം പണിയുന്നത്, പക്ഷെ മൊത്തം കുളം ആവരുത്. എല്ലാം എന്തായാലും നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് പൈസ എല്ലാം കിട്ടി, റാഹത്തായിട്ട് ചെലവായിക്കണം. വടയൊന്നും മേടിച്ച് തിന്നേക്കരുത് അതിന്ന്. എല്ലാം മേടിച്ച് തിന്നാൻ പോയി, അത് നാളെ പൊക്കോ ആഖിറത്തില്ലേ. അൽഹംദുലില്ലാ അല്ലാഹു തആല. അപ്പം നമ്മൾ ആലോചിക്കണം, നമ്മുടെ അങ്ങനെ ഒരു വീട് ഹൈവേയുടെ സൈഡിലായിരുന്നെങ്കിലേ രക്ഷപ്പെട്ടു പോയാൽ എല്ലാവരും രക്ഷപ്പെട്ട്. എത്രയോ പേര് ആത്മഹത്യ ചെയ്യാതിരുന്ന കടം കയറിയിട്ട് അവൻ ഇങ്ങനെ ഒരു നിഅമത്ത് വന്നതോടുകൂടി അവരെല്ലാവരും രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാ. എന്തായാലും പള്ളികളൊക്കെ അപ്പോൾ ഉഷാറായി. പള്ളികളൊക്കെ ഇപ്പൊ അടിപൊളി പള്ളികളാക്കും. പക്ഷേ ഈ പള്ളികൾ നിസ്കരിക്കുന്ന ആളില്ലാത്തതുകൊണ്ട് യതബാഹറൂന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ഖിയാമത്ത് നാൾ അടയാളമാണ്. യതബാഹൂന ബിൽ മസാജിദ്, മസ്ജിദുകൾ കൊണ്ട് ഫഖ്ർ നടിക്കും. യതഫാഖറൂന ബിൽ മസാജിദ്, ഖിയാമത്ത് നാളിൽ മസ്ജിദുകൾ കൊണ്ട് ഫഖ്ർ നടിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളുടെ പള്ളി AC ആണ്, ഫുൾ AC ആണ്, മറ്റേതാണ് മറിച്ചാണ്, ഫുള്ള് തേക്ക്, നിലമ്പൂർ തേക്ക് കൊണ്ട് പൊതിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ. നിസ്കരിക്കാൻ മൊയ്ലിയാരും 2 മുത്തല്ലിമീങ്ങളും കാണും. ഇത് തന്നെ പള്ളി കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് പള്ളി എന്തിനാ ഉണ്ടാക്കണം അല്ലേ? ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നിസ്കരിക്കാൻ ആരുണ്ട്? കാണാൻ ഭയങ്കര അടിപൊളി പള്ളിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് കിട്ടിയ പണം നല്ല രീതിയിൽ നമ്മൾ ചെലവാക്കുക. അതിന് അള്ളാഹു തൗഫീഖ് തരട്ടെ.